السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وأصحابه الفائزين برضا الله. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها النبي إنا أرسلناك شاهدا ومبشرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. صدق الله مولانا العلي العظيم. على رأس هذا الكون نعلو محمدي، ألتفى جميع الخلق تحت ظلالي. വേദിയിലും സദസ്സിലും അണിനിരന്ന സമാധാനീയരായ ഉസ്താദുമാർ, മുതഅല്ലിമുകൾ, കാരണവന്മാർ, ഉമ്മപെങ്ങന്മാർ, പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പൊരുത്തപ്പെട്ടവരിൽ നമ്മെ, മാതാപിതാക്കളെ, ഉസ്താദുമാരെ, ബന്ധുമിത്രങ്ങളെ, ദുആ കൊണ്ട് ഏൽപ്പിച്ചവരെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരിൽ നിന്നൊക്കെ മരിച്ചു പിരിഞ്ഞുപോയ എല്ലാവരോടും സർവശക്തനായ അല്ലാഹു പൊറുക്കുകയും കരുണ കാണിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇവിടെ ഇത്രയധികം ആത്മീയത മുറ്റി നിൽക്കുന്ന ഒരു സദസ്സിൽ പങ്കെടുക്കാൻ നമുക്ക് ഭാഗ്യമുണ്ടായത് ബഹുമാന്യനായ PSK ഉസ്താദുമായി ബന്ധം ഉള്ളതുകൊണ്ടാണ്. ഉസ്താദ് ഇത്ര മനോഹരമായി മൗലിദിന്റെ മജ്‌ലിസ് സംഘടിപ്പിച്ചിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബിയുടെ യഥാർത്ഥ ആശിഖീങ്ങളിലേക്ക്, മുഹിബ്ബീങ്ങളിലേക്ക് ഉയരാൻ ഇതൊരു സബബായി സ്വീകരിക്കുമാറാകട്ടെ. ഈ വീട്ടുകാർക്കും ഇതിന്റെ പരിസരത്തുള്ള എല്ലാവർക്കും ഈ മജ്‌ലിസിന്റെ ബർക്കത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിച്ചു നൽകുമാറാകട്ടെ. ഉസ്താദ് പ്രസംഗിക്കാൻ ക്ഷണിച്ചപ്പോൾ തന്നെ സാധാരണക്കാർക്ക് വേണ്ടി എന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. വലിയവര് പറയുന്നതിനൊക്കെ ഒരർത്ഥം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ, നിങ്ങളെ മുന്നിൽ കുറെ മുതഅല്ലിമീങ്ങളുണ്ട്, അവർക്ക് വേണ്ടി പ്രസംഗിക്കരുത് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഞാൻ ഏതായാലും മുതഅല്ലിമീങ്ങളോട് സംസാരിക്കാൻ ആളല്ല. അതോടൊപ്പം ഉസ്താദ് പറഞ്ഞ ആ നിർദ്ദേശം സ്വീകരിക്കേണ്ടതും ഉണ്ട് എന്നാണ് ഒന്നാമതായി പറയാനുള്ളത്. രണ്ടാമത്തേത്, ഇവിടെ ആദരണീയനായ കരീം ഇർഫാനിയൊക്കെ പോലെ ഈ വേദിയിലും സദസ്സിലും ഉള്ള പലരും കുറച്ചു സമയം പ്രസംഗിക്കാൻ പറ്റുന്നവരാണ്. അതിൽ നിന്ന് ഏതോ ഒരുത്തനെ അങ്ങോട്ട് വിളിച്ചു എന്നതിൽ കൂടുതലായ ഒന്നും ഞാൻ എന്നെ ക്ഷണിക്കപ്പെട്ടതിനെ സംബന്ധിച്ച് മനസ്സിലാക്കുന്നില്ല. ഏതായാലും പുന്നാര നബിയെ സംബന്ധിച്ച് പറയുന്ന, പാടുന്ന, ഓതുന്ന ഈ സദസ്സിൽ രണ്ട് വാക്ക് സംസാരിക്കാൻ കഴിയുന്നത്, അതിനവസരം തന്നത് വല്ലാത്തൊരു നിയമത്തായി മനസ്സിലാക്കുകയാണ്. മൗലിദ്, റാത്തീബ് ഇതെല്ലാം കൂടുതൽ സജീവമാക്കേണ്ടതുണ്ട്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്
ഇതാണ് ഒന്നാം കലിമ. ഇതൊരാൾ മരിക്കുന്നത് വരെ പ്രഖ്യാപിച്ചാലും അയാൾ മുസ്ലിം ആവുകയില്ല. മുസ്ലിമീങ്ങളെ മറവ് ചെയ്യുന്ന സ്ഥലത്ത് മയ്യത്തടക്കാൻ പോലും കൊള്ളൂല. അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി, ഈ രണ്ടാം കലിമയും കൂടി ചേരുമ്പോഴാണ് തൗഹീദാകുന്നത് എന്ന് ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ ഈ രണ്ട് കലിമയും നാം നന്നായി അതിന്റെ ആശയം ഉൾക്കൊണ്ട് മനസ്സിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് പ്രഖ്യാപിക്കണം. പിന്നെ വേറെ ഒരു വിഷയം ഉള്ളത് അഷ്ഹദു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്നാണ്. അല്ലാഹുവല്ലാതെ ആരാധ്യനില്ലെന്ന് സാക്ഷ്യം വഹിക്കുന്നു. നിശ്ചയം മുഹമ്മദ് അല്ലാഹുവിന്റെ റസൂലാണെന്ന് സാക്ഷിയാകുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ സഹോദരന്മാരെ, നമ്മളൊരു കോടതിയിലോ മറ്റോ ചെന്ന് ഒരു സാക്ഷി പറയുകയാണെങ്കിൽ ഇത്ര മീറ്റർ അടുത്ത് അകലെ നിന്ന് ഞാൻ കണ്ടു എന്ന് പറയണം, അപ്പോഴേ സാക്ഷിയാവുള്ളൂ. നമ്മളാരെങ്കിലും അല്ലാഹനെ കണ്ടുക്കോ, പിന്നെ എങ്ങനെ ഈ സാക്ഷി പറയൽ ശരിയാകാം? വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അവസാനിപ്പിക്കണം എന്നും നിർദ്ദേശമുണ്ട്. അതുകൊണ്ട് ചുരുക്കിയ കണ്ട് പറയുകയാണ്. ശരിക്കും മനസ്സിലാക്കണം, ഈ സാക്ഷി പറയൽ ശരിയാകണമെങ്കിൽ റാത്തീബ് കുറേ ഓതണം. അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ, യാ ഹന്നാനു യാ മന്നാനു യാ ദയ്യാനു യാ സുബ്ഹാൻ, അൻതൽ ഹാദി അൻതൽ ഹഖ്. ഇതിങ്ങനെ ഓതണം. ഓതിയാൽ മാത്രം പോരാ, റാത്തീബുകളിൽ പാരായണം ചെയ്യപ്പെടുന്ന അള്ളാഹുവിന്റെ അതിവിശിഷ്ട നാമങ്ങളെക്കുറിച്ചുള്ള അവഗാഹമായ പഠനം നടക്കണം. അങ്ങനെ പടച്ച റബ്ബിനെ കണ്ടതുപോലെയാകണം. പിന്നെ പറയണം അഷ്ഹദു. അപ്പോ റാത്തീബുകൾ ഒന്നാം കലിമയുടെ പൂർത്തീകരണത്തിന്റെ ഭാഗമാണ്. മൗലിദ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംഭവബഹുലമായ ജീവിതത്തെ വരച്ചു കാണിക്കുകയാണ്. അവിടുന്ന് ജനിച്ച സമയം, അവിടുത്തെ കുട്ടിക്കാലം, അവിടുത്തെ യൗവനം, അവിടുത്തെ ഐതിഹാസികമായ ജീവിത രംഗങ്ങളെല്ലാം അയവിറക്കപ്പെടുകയാണ്. അത് പാരായണം ചെയ്യുകയാണ്. അത് മനുഷ്യൻ മനസ്സിലാക്കുകയാണ്. മൗലിദുകൾ ഓതി 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 തിരുനബിയെ കണ്ടതുപോലെയാകണം. എന്നിട്ട് പറയണം അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അപ്പോൾ മൗലിദുകൾ രണ്ടാം കലിമയുടെയും ഭാഗമാണ്. ചുരുക്കത്തിൽ റാത്തീബും മൗലൂദും എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നത് മനുഷ്യന്റെ മനസ്സിൽ രൂഢമൂലമാകാൻ വേണ്ടിയുള്ളതാണ്. വാദി പ്രതിയാകുന്നതാണ് നാം കാണുന്നത്. ഇത് ശിർക്കല്ല, മറിച്ച് തൗഹീദാണ്. ഇത് യഥാർത്ഥ തൗഹീദും ശിർക്കും എന്ത് എന്ന് മനസ്സിലാക്കിയിരുന്ന മുൻഗാമികൾ ഇതെല്ലാം ഇവിടെ നടപ്പിൽ വരുത്തി. നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു 50 കൊല്ലം മുമ്പ് നമ്മുടെ കേരളത്തിൽ ഈ നാടുകളിലൊക്കെ തന്നെ ജീവിച്ച നമ്മുടെ പൂർവീകരായ മുസ്ലിമീങ്ങൾ, ആ മുസ്ലിമീങ്ങളുടെ മുന്നിൽ ചെന്ന് പെൺവാണിഭം എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ നെയ്യപ്പം എന്നൊക്കെ പറയുമ്പോൾ എന്തോ ഒരു സാധനമാണെന്ന് വിചാരിക്കുമായിരുന്നു. അതെന്താന്ന് അവർക്ക് തിരിയില്ലായിരുന്നു. എന്തേ കാരണം? മിക്കവാറും മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോഴൊരിക്കലെങ്കിലും വീട്ടിൽ റാത്തീബ് ഉണ്ടാവും. ആ റാത്തീബിന്റെ സദസ്സിലെ ആലിമീങ്ങളും മുത്താലിമീങ്ങളും അഹ്ലുബൈത്തും മഹാനായ ബാവസ്ഥാദിനൊക്കെ പോലെയുള്ള പണ്ഡിത കേസരികൾ വരും. അവരുടെ അടുത്ത് കൊണ്ടുപോയി ഈ ചെറുപ്പക്കാരെ കുട്ടികളൊക്കെ കാരണന്മാര് പിടിച്ചങ്ങോട്ട് ഇരുത്തും. എന്നിട്ട് ആ സദസ്സിൽ ഇരിക്കുമ്പോൾ തന്നെ കുട്ടികളെ മനസ്സ് നന്നാവും. എന്നിട്ട് ഇരുന്നിട്ട് ചെല്ലുന്നത് 101 പ്രാവശ്യം അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ. പടച്ച റബ്ബ് എപ്പോഴും ഷാഹിദാണ്. അള്ളാഹു ഏത് നിമിഷവും എന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്.
പടച്ചവന്റെ ദൃഷ്ടിക്ക് മുന്നിൽ നിന്ന് മായാൻ എനിക്ക് പറ്റില്ല. ഞാൻ എവിടെ പോയാലും, ഏത് കേന്ദ്രത്തിലെത്തിയാലും, ആരോട് സംസാരിച്ചാലും, ഏത് സൈറ്റിൽ പ്രവേശിച്ചാലും, ഏത് മൊബൈലിൽ മെസ്സേജ് കൊടുത്താലും അല്ലാഹു മഈ, ഇതാവർത്തിച്ചാവർത്തിച്ചുരുവിടുന്ന ആ ദിക്റിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ ഖൽബിൽ നന്നായി പ്രതിഷ്ഠിക്കപ്പെടുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് മറ്റേ സാധനം എന്താണെന്ന് തിരിയില്ലായിരുന്നു. ഇടക്കാലത്ത് വിവരം കുറഞ്ഞ ആരൊക്കെയോ കടന്നു വന്നു. അവർ ഇതിനൊക്കെ എതിർത്തു. റാത്തീബും മൗലൂദുമൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് ദലീലുകൾ വെച്ച് അതിനെ സ്ഥാപിക്കുന്ന എനിക്ക് പോലും ഇപ്പൊ ഇവിടെ PSK ഉസ്താദിന്റെ ഈ സദസ്സ് കണ്ടപ്പോൾ ഞാനിങ്ങനെ ഇരുന്ന് ആലോചിക്കായിരുന്നു, കുറച്ചുകൂടെ ഇതുപോലെ മരിക്കണതിന് മുമ്പ് ഒരിക്കലെങ്കിലും സംഘടിപ്പിക്കാൻ എന്താണ് വഴി? ഇത് ദലായിലുകൾ കൊണ്ട് സമർത്ഥിക്കുന്ന ആളുകൾക്ക് തന്നെ ഇത് സംഘടിപ്പിക്കാനും നടത്താനും നേരില്ലാതായി. അങ്ങനെ വന്നപ്പോൾ സംഭവിച്ചത് എന്താണ് സഹോദരന്മാരെ? സംഭവിച്ചത് ഇതിന്റെ സ്ഥാനത്ത് മനുഷ്യന്റെ അധമ വികാരങ്ങളെ ഇക്കിളിപ്പെടുത്തുന്ന പാശ്ചാത്യൻ സംഗീതം നമ്മുടെയൊക്കെ വീടുകളിൽ കടന്നു വന്നു. അതിലൂടെ ചെറുപ്പക്കാരന്റെ വികാരം ഇക്കിളിപ്പെട്ടു. അവൻ പീഡന കേസിന് പ്രതിയായി. ഉമ്മന്റെയും ബാപ്പന്റെയും ഒക്കെ പേര് വെച്ചിട്ട് അതാ കുട്ടികളെ പറ്റി പത്രത്തിന് വാർത്ത വരുന്നു. ഞാൻ ഇവിടെ കൂടിയിരിക്കുന്ന ഉമ്മമാരോട്, രക്ഷിതാക്കളോട്, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് ഒരു കാര്യം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു. നമുക്കൊരു സ്വഭാവമുണ്ട്, എന്തെങ്കിലും ഒരു കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത വാർത്ത വന്നാൽ നമ്മൾ ആദ്യം പറയാം അത് അമേരിക്കയിലല്ലേ, പിന്നെ അത് വന്ന് വേറെ നമ്മുടെ അയൽ രാഷ്ട്രങ്ങളിൽ എവിടെ നിന്നെങ്കിലും റിപ്പോർട്ട് വരുമ്പോൾ നമ്മൾ വേറെ പാകിസ്ഥാനിലല്ലേ, പിന്നെ അത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് കേട്ടാൽ പറയും അതിവിടെ കേരളത്തിലൊന്നും അല്ലല്ലോ. പിന്നെ അങ്ങനത്തെ എന്തെങ്കിലും ഒന്ന് കോഴിക്കോട് നിന്ന് കേട്ടാൽ, കാസർകോട്ട് നിന്ന് വാർത്ത വന്നാൽ അതിവിടെ അല്ലേ, കാസർകോട്ടല്ലേ. എറണാകുളത്തെത്തിയാൽ അത് കൊടുങ്ങല്ലൂരിലല്ലല്ലോ എന്ന് നമ്മൾ ആശ്വസിക്കും. പറവൂരിലെത്തിയാൽ പറവൂരിലെത്തിയോ എന്ന് നമ്മള് ഞെട്ടിത്തെറിച്ചു പോകും. പഠിച്ചോനെ ഇന്ന് പത്രം വായിച്ചപ്പോ ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, ചില സംഭവങ്ങളൊക്കെ റഹ്മാനായ റബ്ബേ ദുനിയാവില് ഇനി മേലിൽ ഇങ്ങനെ ഒരു വാർത്ത കേൾക്കാതിരിക്കട്ടെ, ഈ വാർത്ത ആകെ ഒറ്റപ്പെട്ട ഒരു സംഭവമാകട്ടെ എന്ന് ഏതൊരു മനുഷ്യനും വിചാരിച്ചു പോകുന്ന തരത്തിലുള്ള ചില സംഭവങ്ങൾ ഇപ്പൊ നിത്യേന വാർത്തയായിരിക്കുകയാണ്. ഈ ലോകത്ത് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇനി ജനിക്കേണ്ടത് അഷ്റഫുൽ ഖൽഖി ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി. നമ്മള് അറബികളുടെ തമോ കാലഘട്ടത്തെ കുറിച്ച് വായിച്ചപ്പോഴൊക്കെ, പറഞ്ഞപ്പോഴൊക്കെ, കേട്ടപ്പോഴെല്ലാം നമ്മൾ വിലയിരുത്തിയൊരു സംഭവമുണ്ട്. അവർ ഭാര്യയെയും അല്ലെങ്കിൽ അമ്മയെയും കാമുകിയെയും ഒരുപോലെ കണ്ടിരുന്നു. അതായിരുന്നു അറബികളുടെ കറുത്ത ഇരുണ്ട ഡാർക്ക് ഏജ് എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ച ആ കാലഘട്ടമെന്ന്. 21-ാം നൂറ്റാണ്ടിപ്പോൾ അങ്ങനെയല്ല വന്നിരിക്കുന്നത്. അതിൽ കൂടുതൽ അപകടകരമായ അവസ്ഥയിലേക്ക് സ്വന്തം മകളെയും കാമുകിയെയും ഒരുപോലെ കാണുന്ന 21-ാം നൂറ്റാണ്ട്. ഈ നൂറ്റാണ്ടിന് മോചനം വേണമെങ്കിൽ ഒരേ ഒരാദർശത്തിലൂടെ ഷഫീഉൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 6-ാം നൂറ്റാണ്ടിലെ എങ്ങനെ പരിവർത്തിപ്പിച്ചുവോ, എന്തുകൊണ്ട് മോചിപ്പിച്ചെടുത്തുവോ, ആ ആയുധം കൊണ്ട് മാത്രമേ ഇനി നമുക്ക് രക്ഷയുള്ളൂ. അതെ, ഈ നിരാശയിൽ അകപ്പെട്ടുപോയ മനുഷ്യർക്ക് പ്രതീക്ഷ നൽകാൻ ആ ഒരായുധവും ഒരു നേതാവും മാത്രമേ ഉള്ളൂ എന്ന് ഇടക്ക് ഓർമ്മപ്പെടുത്തിയിട്ട് ഞാൻ എന്റെ ബഹുമാന്യ കാരണവന്മാരോട്, ഉമ്മമാരോട് ഓർമ്മപ്പെടുത്തുന്നു. വന്ന് പറവൂരിലെത്തുമ്പോ നമ്മൾ ഇവിടെ എത്തിയോ എന്ന് വിചാരിച്ചു പിന്നെയും ഉറങ്ങും. അത് കൊടുങ്ങല്ലൂരിലെത്തുമ്പോ ഒന്ന് ഞെട്ടും, എന്നാലും നമ്മൾ ശ്രദ്ധിക്കുകയില്ല. വന്നിട്ട് സ്വന്തം കുടുംബത്തിലോ വീട്ടിലോ ഒരു വേദനാജനകമായ വാർത്ത, ഒരിക്കലും കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു സംഭവത്തിന്റെ റിപ്പോർട്ട് വന്നാൽ നെഞ്ചത്തടിക്കും. ആ ദാരുണമായ അപകടകരമായ അവസ്ഥയിലെത്തുന്നതിന്റെ മുമ്പ് എല്ലാ വീടുകളിലും റാത്തീബ് തുടങ്ങണം. എല്ലാ വീടുകളിലും മൗലിദിന്റെ പാരായണം ആരംഭിക്കണം. ആലിമീങ്ങളെയും സാദാത്തുക്കളെയും ഒക്കെ വിളിക്കണം. എന്നിട്ട് ആ കൂട്ടത്തിൽ നമ്മുടെ മക്കളെ കൊണ്ടുപോയി ഇരുത്തണം. ഞാൻ ഒരു കാര്യം അഭിമാനത്തോടെ തന്നെ പറയട്ടെ. ഇത്രയധികം വിശുദ്ധമായ ഒരു സദസ്സിൽ കയറി നിന്ന്
മുത്തുനബിയെ കുറിച്ച് എന്തെങ്കിലും 2 വാക്ക് പറയാൻ എനിക്ക് കഴിയുന്നുവെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്റെ അഭിവന്യനായ പിതാവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. ഒരു കൊല്ലം മുമ്പ് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി. ആദരണീയരായ ബാവ ഉസ്താദാണ് മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം നൽകിയത്. ഉസ്താദിനും അല്ലാഹു ദീർഘായുസ്സ് നൽകട്ടെ. വഫാത്തായി പോയ ഉപ്പാന്റെ ഖബർ അല്ലാഹു വെളിച്ചമാക്കി കൊടുക്കട്ടെ. ഞാൻ മനസ്സിലാക്കുന്നു, കുഞ്ഞുകാലത്ത് ഏകദേശം 3ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന 7-8 വയസ്സുള്ള സമയത്ത് പടച്ചോനെ സാക്ഷി നിർത്തി ഈ ആലിമീങ്ങളോ മുത്താലിമീങ്ങളോ ഒക്കെ മുന്നിൽ നിർത്തിയിട്ട് സധൈര്യം ഞാൻ പറയാണ്, മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞാൽ മിക്കവാറും ദിവസങ്ങളിൽ ഞങ്ങളെ വട്ടത്തിലിരുത്തിയിട്ട് ബുർദ ചെല്ലുമായിരുന്നു. ഇവിടെ ഈ മുത്താലിമീങ്ങൾ ഈണത്തിൽ യാക്രമ ചൊല്ലിയപ്പോൾ ആ പഴയകാല ഓർമ്മകളെല്ലാം ഇങ്ങനെ അയവിറക്കുകയായിരുന്നു ഈ വിനീതൻ. പഴയ കാലത്ത് അതിന് വല്ലാത്തൊരു ട്യൂൺ ഉണ്ടായിരുന്നു. മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം ആമിൻ തദക്കുരി ജീറാനിൻ ബിദി സലമി മസജ്തദം അൻജറാ മിൻ മുഖലത്തിൻ ബിദമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം أم هبت الريح من تلقاء كاظمتي وأومض البرق في الظلماء من إظم വീസലമിന്റെ സ്മരണകളും കാളുമയുടെ കുളിർക്കാറ്റും അലയടിച്ചുയരുന്ന മധുര സംഗീതത്തിന്റെ മലർവാടിയിൽ ഇസ്കന്ദരിയ കടൽ തീരത്തു നിന്ന് തടവുകളില്ലാതെ ആടിയുലഞ്ഞെത്തുന്ന മന്ദമാരുതന്റെ തലോടവേറ്റ് കുളിരണിയുന്ന മക്ബറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാകവിയും സൂഫിവര്യനുമായ ആശിഖുർ റസൂൽ തന്റെ ചമൽക്കാരത്തിന്റെ ചന്തവും സാഹിത്യ സമ്പുഷ്ടതയും ഒത്തുമേളിച്ച ഈ ബുർദ ശരീഫിലൂടെ ഹബീബായ ലോകാനുഗ്രഹിയ ഇരുലോകത്തിന്റെയും ചക്രവർത്തിയെ മാലോകർക്ക് പരിചയപ്പെടുത്തുകയാണ്. മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈനി വൽ ഫാരിഖൈനി മിൻ ഇതിങ്ങനെ ചൊല്ലുമായിരുന്നു. ഇശാ നിസ്കരിക്കേണ്ട സമയമാകുന്നത് വരെ ചൊല്ലും. അല്ലെങ്കിൽ ഭക്ഷണം എപ്പോഴാണോ റെഡിയാണത് അതുവരെ ചൊല്ലും. ഈ ബുർദ ചൊല്ലിയതിന്റെ ബറക്കത്തായിരിക്കും ഈ സദസ്സിൽ എഴുന്നേറ്റ് നിൽക്കാൻ എനിക്ക് സാധിച്ചതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട കാരണവന്മാര്, ഉമ്മമാര് ഒക്കെ മനസ്സിലാക്കണം. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞിട്ട് സുബ്ഹാനല്ലാഹ് എന്നെ ഓതാൻ പറഞ്ഞേക്കാണ് 12ാമത്തെ വയസ്സിൽ. ഞാൻ എന്ന വാക്കുകളൊന്നും പ്രസംഗത്തിൽ അങ്ങനെ വരാൻ പാടില്ലാത്തതാണ്. പക്ഷെ ഇവിടെ ഇപ്പൊ ഇത് പറയണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു പോവാ. എന്തിനാ ഓതാൻ വിട്ടെന്നറിയോ? ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന അഭിവന്യയായ ഉമ്മ, അള്ളാഹു അവർക്ക് ദീർഘായുസ്സും കൊടുക്കട്ടെ, വീട്ടിൽ നിന്ന് ഇറക്കി അങ്ങോട്ട് ആദ്യമായിട്ട് ഓതാൻ പറഞ്ഞേക്കണ സമയത്ത് പറഞ്ഞൊരു വാക്കുണ്ട്. ഓൻ ആരെങ്കിലും ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും പൊരുത്തപ്പെട്ട് കൊടുക്കല്ലോ എന്ന്. ഒരു നേരത്തെ ഭക്ഷണം ഹലാലായ രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓതാൻ പറഞ്ഞത്. അത്ര കടുത്ത ദാരിദ്ര്യം ഉണ്ടായിരുന്നു. ഇന്ന് ആ ദാരിദ്ര്യം ഉണ്ടോ? ഇല്ല. ഇന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല അവസ്ഥ തന്നിട്ടുണ്ട്.
അങ്ങനെ തന്നെ തുറന്നു പറയാൻ. അന്ന് ഓതാൻ പറഞ്ഞയച്ചതുകൊണ്ട് സുബ്ഹാനല്ലാഹ് ഇപ്പോ എത്രയോ പ്രാവശ്യം ഹജ്ജിനൊക്കെ പോയില്ല. ഡോക്ടറാക്കിയിരുന്നെങ്കിൽ ഒരു വട്ടേ പോകാൻ പറ്റുണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു കുട്ടീനെ ഈ മുത്താലിമീങ്ങളെ കണ്ടിട്ട് ഇതുപോലെ ആക്കാനും ഒരു 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 ആഗ്രഹം ഇവിടെ കൂടിയിരിക്കുന്ന രക്ഷിതാക്കളൊക്കെ മനസ്സിലുണ്ടായാൽ നല്ലതാ. ദുനിയാവും ആവും ആഖിറവും ആവും. അല്ലാഹുവിന്റെ റസൂല് ദുനിയാവും ആഖിറവും ആണ് ലോകത്ത് പഠിപ്പിച്ചിട്ടുള്ളത്. ഇരു ലോകത്തിന്റെയും സയ്യിദാണ്. ഒരാള് തീരെ വയ്യാതെ കിടക്കുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ കാണാൻ വേണ്ടി, സന്ദർശിക്കാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അവസ്ഥ വല്ലാത്ത ഗുരുതരമായ ഒരു സ്ഥിതിയാണ്. നബിത്തങ്ങൾ ചോദിച്ചു, എന്താണ് ഇപ്പൊ ഇങ്ങനെ സംഭവിച്ചത്? അദ്ദേഹവുമായിട്ട് ആശയവിനിമയം നടത്തുന്നു, കുശലാന്വേഷണങ്ങൾ നടത്തുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ പടച്ചവനോട് ദുആ ചെയ്തു പോയി, റബ്ബേ എനിക്ക് എന്തെങ്കിലും ശിക്ഷ ആഖിറത്തിൽ തരാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടി ദുനിയാവിലും കൊണ്ട് തരണമെന്ന് ഞാൻ ദുആർന്നു പോയി. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്, എന്താണ് ഇപ്പൊ നിങ്ങൾ ഈ പറയുന്നത്? ഇതൊക്കെ മനുഷ്യന് താങ്ങാൻ പറ്റുന്ന കാര്യമാണോ? എന്തിന് നിങ്ങൾ അങ്ങനെ ദുആ ചെയ്തു? അങ്ങനെ ദ്വാരക്കണ്ട, നിങ്ങൾക്ക് ഇങ്ങനെ ദ്വാരക്കാമായിരുന്നില്ലേ? റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന, ഈ ദുനിയാവിലും ഹസനത്ത് വേണം, ആഖിറത്തിലും ഹസനത്ത് വേണം എന്ന് നിങ്ങൾക്ക് ദ്വാരന്നൂടെ? ഇരു ലോകത്തിന്റെയും മോക്ഷമാർഗം ലോകത്തിൽ പഠിപ്പിച്ച വിശ്വഗുരു ഹബീബ് ഷഫീഉൽ വറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മാർഗത്തിലേക്ക് കുഞ്ഞുങ്ങളെ തിരിച്ചുവിട്ട ദുനിയാവുമാണ് ആഖിറവുമാണ്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് സഹോദരന്മാരെ, ഈ നിമിത്തങ്ങൾക്കൊക്കെ കാരണം ഈ മൗലിദിന്റെ ബറക്കത്തായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് എല്ലാ വീടുകളിലും മൗലിദ് വേണം, റാത്തീബിന്റെ ദിക്റിന്റെ സദസ്സുകൾ വേണം. അതിലിരുന്നിട്ട് നമ്മുടെ കുഞ്ഞുമക്കളും നമ്മളൊക്കെയും മൗലിദും സലാത്തും ഒക്കെ ഇങ്ങനെ വർദ്ധിപ്പിക്കണം. പലപ്പോഴും നമ്മൾ ഈ സദസ്സുകളിൽ നിന്ന് ചൊല്ലി തീർക്കുന്നതിന്റെ ആശയങ്ങൾ, അതിന്റെയൊക്കെ ഭാഷാർത്ഥം പറയുമ്പോഴേക്ക് തന്നെ എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ ഉണ്ടെങ്കിലും തീർന്നു പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കുണ്ടോട്ടിയിൽ വെച്ചിട്ട് ഒരാള് മൗലായെ പരിഹസിച്ചു. യഥാർത്ഥത്തിൽ ആ പറയുന്ന വാചകത്തിന്റെ വാക്കർത്ഥമെങ്കിലും ചിന്തിച്ചാൽ പരിഹസിക്കാൻ തോന്നൂല. മൗലായ പടച്ചോനെ, സ്വല്ലി സ്വല്ലി, നീ സ്വലാത്ത് ചൊരിയണം, വസല്ലിം, നീ സലാമും വർഷിപ്പിക്കണം. ഇതാണ് മൗലായ സ്വല്ലി വസല്ലിം എന്ന് പറഞ്ഞാൽ. മൗലായ സ്വല്ലി വസല്ലിം, നീ സ്വലാത്ത് ചൊരിയണം, നീ സലാമും ചെയ്യണം. അപ്പൊ അത് ഖുർആൻ നേരിട്ട് പറഞ്ഞാണ്, സ്വല്ലു അലൈഹി വസല്ലിമു. അത് ഖുർആൻ വ്യക്തമായിട്ട് പറഞ്ഞ അത് തന്നെയാണ് ഈ മൗലായ എന്ന് പറഞ്ഞാൽ. മിക്കവാറും ഒരു മൗലിദ് നടക്കുമ്പോൾ സാധാരണക്കാരായ ആളുകൾ ഏറ്റു പറയുന്നതെല്ലാം സ്വലാത്തായിരിക്കും. ദായിമൻ, ദായിമൻ എന്ന് പറഞ്ഞാൽ ദായിമായിട്ട് എപ്പോഴും നമ്മുടെ മലയാളികൾ പല അറബി വാചകങ്ങളെയും മലയാളം പോലെ ആക്കി ഉപയോഗിക്കുന്നുണ്ട്. അതിൽപ്പെട്ട ഒരു പദമാണ് ദായിമൻ എന്നത്. അബദൻ, എന്നെന്നും നീ സലാത്തും സലാമും ചൊരിയണം. അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം, സർവ സൃഷ്ടികളിലും അത്യുത്തമരായ നിന്റെ പ്രേമഭാജനത്തിന്റെ മേൽ സലാത്തും സലാമും ചൊരിയണേ അല്ലാഹ്. ചെല്ലാൻ പറ്റൂല എന്ന് പറയാൻ, ഇത് പരിഹസിക്കാനോ നിസ്കരിക്കാൻ പറ്റൂലല്ലോ. നിസ്കാരത്തിന് സലാം പറയണ്ടേ? തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു തയ്യിബാത്തു ലില്ലാഹ്, അസ്സലാമു അലൈക. അവിടെ സലാം വന്നില്ലേ? അത് കഴിഞ്ഞിട്ട് പിന്നെ അത്തഹിയ്യാത്തു തശഹുദ് കഴിയുമ്പോ പിന്നെ സലാത്തല്ലേ വരുന്നത്. അപ്പൊ ഇതെല്ലാം മിക്കവാറും ഇതിലൊക്കെ ജനങ്ങൾക്ക് ചില്ലറ സംശയങ്ങൾ ആരൊക്കെയോ എവിടെയൊക്കെയോ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു പലതിന്റെയും മലയാളത്തിൽ അതിന്റെ ആശയം പറയുമ്പോഴേക്ക് തന്നെ ആ കെട്ടുകൾ അഴിഞ്ഞു പോകുമെന്നാണ് തോന്നുന്നത്. ഒരു കാര്യം ഓർക്കുക എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഉമ്മമാർ, നിങ്ങൾ ഒരു സ്വലാത്ത് ചൊല്ലുന്നുവെങ്കിൽ വായ് കൊണ്ട് പറയുന്ന പലതിന്റെയും അതിന്റെ ഗുണം വലിപ്പം എത്രയാണെന്ന് ചിലപ്പോൾ നാം മനസ്സിലാക്കാറില്ല. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ചൊല്ലുമ്പോൾ നമ്മൾ സാധാരണ മനസ്സിലാക്കുന്നത് ഒരു സ്വലാത്ത് ചൊല്ലി എന്നാണെങ്കിൽ പഠിച്ചു വെച്ചോ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് എന്ന് പറയുമ്പോൾ ഒരു സ്വലാത്തായി, സ്വല്ലല്ലാഹു അലൈഹി എന്ന് പറയുമ്പോൾ രണ്ടായി, വസല്ലം എന്ന് പറയുമ്പോൾ ഒരു സലാമുമായി. ഇതിന്റെ വലിപ്പം, അതിന്റെ എത്രയോ ഇരട്ടി പ്രതിഫലം കണ്ട് കൺകുളിർക്കൽ എവിടെയാണ്? മഹ്ശറിലാണ്. അവിടെ മീസാൻ എന്ന ഒരു കേന്ദ്രമുണ്ട്. അത് വോട്ടെണ്ണുന്ന കേന്ദ്രമാണ്.
ആ കേന്ദ്രത്തിലിട്ട് നമ്മുടെ വോട്ടുകളെല്ലാം എണ്ണിത്തിട്ടപ്പെടുത്തലുണ്ട്, തൂക്കിക്കണക്കാക്കലുണ്ട്. എല്ലാം എണ്ണിത്തൂക്കി നോക്കിയിട്ട് അവസാനം ഒരു വിധി പ്രഖ്യാപനമുണ്ട്, ഒരു റിസൾട്ട് വരലുണ്ട്. സുബ്ഹാനല്ലാഹ്, ഈ ദുനിയാവിൽ പലപ്പോഴും പല കേന്ദ്രങ്ങളിലും നമ്മൾ വിവരമറിയാൻ വേണ്ടി പോയി നിന്നിട്ടുണ്ട്. ശ്വാസമടക്കി പിടിച്ച് കാത്തുനിന്നു. വിജയിച്ചു എന്നറിഞ്ഞപ്പോ മുഖം വെട്ടിത്തിളങ്ങി, തോറ്റു എന്ന് കേട്ടപ്പോ മുഖം കറുത്തുപോയി. തൽക്കാലം വീട്ടിലേക്ക് മടങ്ങി. പക്ഷേ ഈ വിജയവും ഈ പരാജയവും കേവലം താൽക്കാലികമല്ലേ, 5 കൊല്ലത്തേക്കുള്ളതല്ലേ. 1 കൊല്ലം ആകുന്നതിന്റെ മുമ്പ് തന്നെ പ്രതിപക്ഷം ശക്തിയാർജിക്കുകയില്ലേ, കസേരയുടെ കാലുകൾ ഇളകാൻ തുടങ്ങുകയില്ലേ. എന്നാൽ മഹ്ശറിൽ വോട്ടെണ്ണല് കഴിഞ്ഞിട്ട് പടച്ച റബ്ബിന്റെ അന്തിമമായ ഫലപ്രഖ്യാപനം ഇങ്ങ് വരുമ്പോൾ യൗമ തബ്യദ്ദു വുജൂഹുൻ വതസ്വദ്ദു വജൂഹ്, ഒരു കൂട്ടരുടെ മുഖം കറുത്തിരുണ്ടുപോകും, വേറെ ഒരു കൂട്ടരുടെ മുഖം അതാ പ്രകാശപൂരിതമാകും. അതേ വെട്ടിത്തിളങ്ങും. ജയിച്ചവന്റെ മുഖം വെളുത്തിരിക്കുന്നു, തോറ്റവന്റെ മുഖം കറുത്തുപോയിരിക്കുന്നു. ഇവിടെ ഈ ജയിച്ച മുഖം പ്രകാശിക്കുന്ന കക്ഷികളുണ്ടല്ലോ, ഇനി ഒരിക്കലും അവർക്ക് പരാജയത്തിന്റെ കയ്പ് നീര് കുടിക്കേണ്ടതില്ല. അവർക്ക് കിട്ടിയ കസേരയുടെ കാലിനി ഒരിക്കലും ഇളകുകയില്ല. അതിന് പോകുന്ന ഒരു പ്രതിപക്ഷവുമില്ല. ഫഅമ്മല്ലദീന ബിയദ്ദത് വുജൂഹുഹും ഫഫീ റഹ്മത്തില്ലാഹ്, ആ ജയിച്ച കക്ഷികൾ അല്ലാഹുവിന്റെ റഹ്മത്തിലാണ്. ഇനി അവർക്ക് നാളെ ഇന്നലെ ഇങ്ങനെ ഒരു ചർച്ച തന്നെയില്ല. ഇനി അവരുടെ ജീവിതം അനന്തമാണ്. പരലോകം എന്ന് പറഞ്ഞാൽ യൗമുൽ ആഖിർ, അവസാനത്തെ ദിവസം എന്നല്ലേ പറയുന്നത്. എന്നാൽ അതിന്റെ ആശയം ഇനി അതിന്റെ അപ്പുറം വേറെ ദിവസമില്ലെന്നാണ്. സുബ്ഹാനല്ലാഹ്, എന്നേക്കുമായി അവർ വിജയിക്കുന്നു, തോറ്റവർ എന്നേക്കുമായി തോറ്റുപോകുന്നു. ഈ വിവരം അറിയാൻ വേണ്ടി നിൽക്കുമ്പോഴായിരിക്കും മൗലിദിന്റെ സദസ്സിൽ പങ്കെടുത്തതിന്റെ വില ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഒറ്റ ചെല്ലുന്നതൊക്കെ എന്റെ മുഅ്മിനീങ്ങളെ, നിങ്ങൾ ചൊല്ലുന്നതൊക്കെ സലാത്താണ്. സലാത്തും വതസ്ലീമുൻ വഅസ്കാ തഹിയ്യതി, അത് സലാത്താണെന്ന് പറയേണ്ടതില്ലല്ലോ. സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. ഇവിടെ മഹാനായ ഏർവാടി ബാദുഷാ തങ്ങളുടെയും അബൂ താഹിർ തങ്ങളുടെയും ഖാജാ മുഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹുവിന്റെയും ഒക്കെ അനുസ്മരണം ഈ കൂട്ടത്തിൽ നടക്കുകയുണ്ടായി. അതുകൊണ്ടാണ് മനുഷ്യന്റെ ഈമാനിന് യഖീൻ ഉറപ്പ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാകുക. യഖീൻ ഉറപ്പ്, അതിന്റെ കുറവാണ് ലോകത്തെമ്പാടും ഇന്ന് ഈ സമുദായം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നല്ല ഉറച്ച ഇടറാത്ത പതറാത്ത ഈമാന് വേണം സഹോദരന്മാരെ. ആ ഈമാന് മുൻകാമികൾക്ക് മുഅ്ജിസത്ത് നേരിട്ട് കണ്ടുകൊണ്ട് അവർക്കുണ്ടായിരുന്നു. നമ്മുടെ മുൻകാമികൾക്ക് ഔലിയാഇന്റെ കറാമത്ത് നേരിൽ കണ്ടുകൊണ്ട് അവരുടെ ഈമാനിന് യഖീൻ ഉറപ്പ് എന്ന് പറഞ്ഞ സാധനം കിട്ടിയിരുന്നു. ഈ ആഖിറുസ്സമാനിൽ മുഅ്ജിസത്ത് കാണാൻ കഴിയാത്ത നമുക്ക്, കറാമത്ത് കാണാൻ പലപ്പോഴും അവസരമില്ലാതെ പോകുന്ന നമുക്ക്, അതിന്റെ ചരിത്രങ്ങൾ മൗലൂദായി ഓതന്നെങ്കിലും ചെയ്തിട്ട് നമ്മുടെ കൽബിലെ ഈമാനിനെ ഒരു ഉറപ്പ് കിട്ടണം. ഇതിനുവേണ്ടിയാണ് ഈ സദസ്സൊക്കെ സംഘടിപ്പിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഏർവാടിയിലെയും അജ്മീറിലെയൊക്കെ മൗലിദ് ഓതുന്നത്. സഹോദരന്മാരെ മനസ്സിലാക്കുക, ഇമാം ബറൂസബി അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തിയത് കാണാം. എന്ന സൂറത്തുൽ ഹൂദിലെ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ മുതഅല്ലിമീങ്ങൾ നോക്കിയാൽ കാണാം, മഹാന്മാരുടെ പൂർവീകരുടെ ചരിത്രങ്ങൾ വായിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ മനുഷ്യന്റെ ഈമാൻ ഉറക്കുമെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ആ സമയത്ത് നമ്മൾ ചൊല്ലി ഏർവാടി മൗലിദ് ഓതിയപ്പോൾ ഏറ്റു പറഞ്ഞു, സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. ഒക്കെയും നിങ്ങൾക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ മീസാൻ എന്ന തുലാസിൽ 1-ന് 10 കിട്ടുന്നതാണ്. ഇതിനൊക്കെ എവിടെങ്കിലും സദസ്സ് നടക്കുകയാണെങ്കിൽ പള്ളിയിലോ മദ്രസയിലോ എവിടെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അതാരാ സംഘടിപ്പിച്ചത്, ഓനേത് ഗ്രൂപ്പ്, അതിൽ ഞാൻ പോണില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മാറി നിന്നിട്ട് ഗൈബത്തും നമീമത്തും പറയും. 4 ആളുകൾ സ്ഥലത്ത് കൂടിയാൽ പരദൂഷണമായിരിക്കും. സുബ്ഹാനല്ലാഹ്, മഹാനായ ഇബ്രാഹിം റളിയല്ലാഹു അൻഹു ഒരു സദ്യയിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നു. അവിടെ ഒരുപാട് ആളുകൾ കൂടി.
ഭക്ഷണം എടുത്തു വെച്ച് എല്ലാവരും കൂടി വട്ടട്ട് ഇരുന്നപ്പോ കൂട്ടത്തിൽ ഒരാൾ വേറൊരാളെ പറ്റി ഗീബത്ത് പറയാൻ തുടങ്ങി. ഉടനെ മഹാനായ ഇബ്രാഹിം റളിയല്ലാഹു അൻഹു അവരെല്ലാവരെയും ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്നല്ലദീന കാനൂ ഖബ്ലന യഅകുലൂനൽ ഖുബ്സ ഖബ്ലൽ ലഹ്മി വഅൻതും ബദഅതും അൽ-ലഹ്മ ഖബ്ലൽ ഖുബ്സി. ഞാൻ 1000 കൊല്ലം വേദ പറയുന്നത് ഇന്ന് ഉണ്ടാകാത്ത പ്രയോജനമൊക്കെ ഒരു വാചകത്തിനുണ്ടാകാം. എന്താ പറഞ്ഞതിന്റെ ആശയം എന്ന് വെച്ചാല്, നമ്മുടെ മുമ്പുള്ള ആളുകളൊക്കെ ഭക്ഷണം കഴിക്കാൻ ഇരുന്നാല് പത്തിരി ഇറച്ചിയൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം പത്തിരിയും പിന്നെ ഇറച്ചിയായിട്ട് തിന്നാൻ പതിവ്. നിങ്ങളിപ്പോ ആദ്യം ഇറച്ചിയാണ് തിന്നണത്. ഒരാളെ പച്ചമാംസാണല്ലോ 20 പറയുമ്പോൾ കൊത്തി വരിക്കണത്. എവിടെയത് ഉള്ളതെന്നറിയോ? ബാവസ്ഥാദിന്റെ കിതാബിലുണ്ട് മക്കളെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ടവർക്ക് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. ഇനിയും ഇതുപോലെ കനപ്പെട്ട എത്രയോ കൃതികൾ, എത്രയോ ഇൽമിന്റെ കിതാബുകൾ ലോകത്തിന് സമ്മാനിക്കുവാൻ അള്ളാഹു ആ കൈകൾക്കും കൽബിനും എല്ലാം പടച്ചുറപ്പ് കരുത്ത് നൽകുമാറാകട്ടെ. ഞാൻ നിങ്ങളോട് പറയാം, ഇപ്പൊ ഈ അടുത്ത് പ്രാർത്ഥനയും ഫലപ്രാപ്തിയും എന്ന് പറഞ്ഞിട്ട് ഞാൻ 1-2 സ്റ്റേജിൽ പ്രസംഗിച്ചു. അത് ആ സദസ്സിലുള്ള ആളുകളുടെ മുഖത്ത് നോക്കി ഞാൻ വായിച്ചെടുത്തിട്ടുണ്ട്. അവർക്ക് നന്നായി ബോധിച്ചിട്ടുണ്ട്. ആ വിഷയകമായിട്ട് പലർക്കും പല സംശയങ്ങളും ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ആ പ്രസംഗത്തിൽ അങ്ങോട്ട് തീർത്തു കൊടുത്തിട്ടുണ്ട്. എന്റെ കഴിവല്ല. ഞാൻ അതിന് പ്രധാനമായി അവലംബിച്ചത് ബാബ ഉസ്താദിന്റെ മൊഴിയും പൊരുളും എന്ന മലയാള ബുക്ക. അതൊക്കെ നമുക്കൊക്കെ വേണമെങ്കിൽ PSK ഉസ്താദിന്റെ കെയർ ഓഫിൽ ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും. വീട്ടിൽ ഞാൻ പറയാ, അതിന്റെയൊക്കെ പിന്നിൽ എത്ര കടുത്ത അധ്വാനം ഉണ്ടാവും നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. എത്ര കടുത്ത പ്രയത്നമാണ് ബഹുമാനപ്പെട്ടവർ നടത്തിയിട്ടുണ്ടാവുക. അത് നമുക്ക് ഈ കേരളത്തിന്റെയും അതിന്റെ പുറത്തുമൊക്കെയുള്ള ലക്ഷദ്വീപിൽ ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും ഉള്ള ഉദാരമതികളായ ആളുകളെയൊക്കെ നേരിട്ടും അല്ലാതെയും ബന്ധപ്പെട്ട് അതിന് വേണ്ടുന്ന ഫണ്ട് കണ്ടെത്തി എന്നിട്ട് നമുക്കൊക്കെ അത് ഫ്രീ ആയിട്ട് തന്നിരിക്കുകയാണ്. ഞാൻ എന്റെ മുതാലിം സുഹൃത്തുക്കളോടും പ്രിയപ്പെട്ട ഇപ്പോൾ ഞാൻ അഭിസംബോധനം ചെയ്തുകൊണ്ടിരിക്കുന്ന എന്റെ സാധാരണക്കാരായ ഉമ്മപങ്കന്മാരോടൊക്കെ പറയുന്നു, മൊഴിയും പൊരുളുന്നുള്ളത് വേണമെങ്കിൽ എല്ലാ ദിവസവും സുബഹിസ്കാരം കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് 1-2 പേജ് കുടുംബത്തിലെ ഒരു മുതിർന്ന ഒരു 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടീനെ കൊണ്ടാണ് വായിപ്പിക്കുക. ബാക്കിയുള്ളവരൊക്കെ എന്ന് കേൾക്കുക. അങ്ങനെയെങ്കിലും ചെയ്യുന്ന ഒരു പതിവുണ്ടായാല് ഒരുപാട് മാറ്റം നമ്മുടെ കുടുംബത്തിലും നമ്മുടെ മക്കൾക്കും ഒക്കെ ഉണ്ടാകും എന്നെനിക്ക് തോന്നുകയാണ്. ഇരിക്കട്ടെ, ഇപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, 4 ആൾ കൂടിയാൽ നമ്മൾ നമീമത്ത് തുടങ്ങും. അത് മറ്റൊരാളെ പച്ചമാംസം കുത്തിവലിക്കുന്നതിന് തുല്യം. ഇബ്രാഹിം റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതിന് പകരം മൗലിദോതുക സഹോദരന്മാരെ, ഹബീബായ ഈ നേതാവിന്റെ മദ്ഹല്ലാതെ പിന്നെ നമ്മൾ എന്ത് പറയാനാണ്? അത് പറഞ്ഞാൽ ഈ വീടുകളിലൊക്കെ ഇങ്ങനെ മൗലിദിന്റെ സദസ്സുകൾ സംഘടിപ്പിച്ചാൽ തീർച്ചയായും സർവ്വ അപകടങ്ങളെ തൊട്ട്, ദുരന്തങ്ങളെ തൊട്ട്, അഗ്നിബാധയുണ്ടാകുന്നതിനെ തൊട്ട് എല്ലാം കാവലാകുമെന്ന് നമുക്ക് ഇയാനത്തു താലിബിൽ എന്ന സാധാരണ എല്ലാ പള്ളി ദർസിലുള്ള കിതാബിൽ പോലും നോക്കിയാൽ കാണാം. സഹീഹുൽ ബുഖാരിയിൽ അതിന് സൂചന നൽകുന്ന ഹദീസുണ്ട്. ഒറ്റ ഒന്ന് മാത്രം ഞാനിപ്പോൾ വായിച്ചു കേൾപ്പിക്കുന്നു. സഹീഹുൽ ബുഖാരിയിലെ 3675 നമ്പർ ഹദീസും 3686 നമ്പർ ഹദീസും 3699 നമ്പർ ഹദീസും 3 സ്ഥലത്തായി ഇമാം ബുഖാരി ഉദ്ധരിച്ചു. ഒരേ ആശയം ഉൾക്കൊള്ളുന്ന ഹദീസ്. എന്താണ് ഹദീസ് എന്നറിയോ? ഷഫീഉൽ വറാ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഈദ ഉഹുദ് മലയിലേക്ക് കയറുന്നു. കൂടെ ആരൊക്കെയാണ്? ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്, പിന്നെ മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ്, സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഈ 3 ആളും മുത്തുനബിയുടെ കൂടെയുണ്ട്. ഉഹുദ് മലന്റെ മേലെ ഇവര് 3-4 ആളങ്ങ് നിൽക്കുമ്പോൾ അതാ മലയൊന്ന് വിറക്കുന്നു, ഇളകുന്നു. ഒരു പ്രകൃതി ദുരന്തമുണ്ടാകുന്നതിന്റെ ഒരു ഭൂചലനത്തിന്റെ ലക്ഷണമാണ് കാണുന്നത്. ആ സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ എന്ത് ചെയ്തുവെന്നല്ലേ?
ഈ ഹദീസിൽ 3686 നമ്പർ റിപ്പോർട്ടിൽ കാണാം, ഫളറബഹു ബിരിജ്ലിഹി, നബി സല്ലല്ലാഹു അവിടുത്തെ കാലുകൊണ്ട് ആ ഉഹുദിലേക്കൊന്ന് ആഞ്ഞു വലിച്ചൊന്ന് ചവിട്ടി. ഏതാണ് ആ കാലെന്ന് നിങ്ങൾക്കറിയുമോ? ബഹുമാനപ്പെട്ട യൂസുഫ് നബ്ഹാനി തങ്ങളത പറയുന്നു, ലദത്തൂരി മൂസ നൂദിയ ഖലാ വ അഹ്മദു അലൽ ഖുർബി ലം യുമർ ബി ഖൽഇനിയാലി. ഫാഹ സൂറത്ത് ഓതുമ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഫഖ്ലഅന അലൈക യാ മൂസ ഇന്നക ബിൽ വാദിൽ മുഖദ്ദസി തുവാ. സീനായിലേക്ക് ചെന്ന മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹുവിന്റെ കൽപ്പനയാണ്, അങ്ങ് പരിപാവനമായ താഴ്വരയിലാണ് നിൽക്കുന്നത്. മൂസാ നബിയേ ഫഖ്ലഅന അലൈക, അങ്ങയുടെ ചെരുപ്പൊന്ന് അഴിച്ചു വെക്കൂ നബിയേ. സന്തോഷത്തിന്റെ ഒരു വിവരവും കൂടി ഞാൻ അറിയിക്കുകയാണ്. ഇവിടെ സ്റ്റേജിൽ വന്നപ്പോ PSK ഉസ്താദിന്റെ നേതൃത്വത്തിലേക്ക് തൂരി സീനായിയുടെയും ബത്ലഹേമിന്റെയും ഒക്കെ നാട്ടിലേക്ക് ആളുകളെയുമായി പോകാനുള്ള ഒരാഗ്രഹം പ്രകടിപ്പിച്ചതായി അറിയുന്നു. അൽഹംദുലില്ലാഹ്, തുടങ്ങട്ടെ, നമുക്കൊക്കെ ഒന്ന് കൂടെ പോകാം. എത്ര കാലമായി വത്തീനി വസ്സൈതൂനി വതൂരി സീനീൻ, അവിടെയൊന്നും നമ്മൾ പോയില്ലല്ലോ. ബൈത്തുൽ മുഖദ്ദസിലൊക്കെ ഇന്ന് നിസ്കരിക്കാൻ സൗകര്യമുണ്ട്. ഹബീബായ നേതാവ് വന്ന പള്ളിയല്ലേ. ലോകത്തുള്ള സർവ്വ അമ്പിയാക്കളും വന്നിറങ്ങി മുത്തുനബിയുടെ പിന്നിൽ മൗമൂമീങ്ങളായി നിസ്കരിച്ച ബൈത്തുൽ മുഖദ്ദസിലൊക്കെ ഒന്ന് പോകണം സഹോദരന്മാരെ. PSK ഉസ്താദ് എനിക്ക് തോന്നുന്നു 1/2 നൂറ്റാണ്ടിലധികം കാലമായി കേരളത്തിൽ നിന്നും അതേ ഇന്ത്യയുടെ പുറത്ത് പല രാജ്യങ്ങളിൽ നിന്നും അള്ളാഹുവിന്റെ അതിഥികളെയുമായി ഹറമിലേക്ക് എല്ലാ വർഷവും വരാൻ പടച്ച റബ്ബ് ഭാഗ്യം കൊടുത്ത ഒരു മഹാനാണ്. അല്ലാഹുവേ, ഈ ഇഷ്കിന്റെ മഹത്തായ മജ്ലിസിന്റെ ബറക്കത്ത് അദ്ദേഹത്തിനും കുടുംബത്തിനും മക്കൾക്കും വീടിനും സർവ്വ പ്രവർത്തനങ്ങൾക്കും നീ നൽകണം അല്ലാഹ്. ആ തൂരിസീന ഇൻഷാ അല്ലാഹ് നമുക്ക് കാണാം. അവിടെ എത്തിയപ്പോ മൂസാ നബിയോട് റബ്ബ് പറയുന്നു, ഫഖ്ലഅന ഇലൈക യാ മൂസാ. എന്നാൽ നിങ്ങൾക്കറിയണോ സഹോദരന്മാരെ, എല്ലാ ഉപരിമണ്ഡലങ്ങളെയും പറന്ന് പറന്ന് കടന്നു പോയ ഹബീബായ നേതാവുണ്ടല്ലോ, വലഖദ് റആഹു നസ്ലതൻ ഉഖറാ ഇൻദ സിദ്റത്തിൽ മുൻതഹാ. അത്യുന്നതങ്ങളിലേക്ക് ആകാശലോകത്തേക്ക് പറന്നു ചെന്നില്ലേ, അവിടെ വെച്ച് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക് പറഞ്ഞതെന്താണ്? തഹയ്യ ലിതൽഖല്ലാഹ വഹദക ഖാലിയാ. നബിയെ, ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് അങ്ങൊറ്റക്ക് പോകണം. അങ്ങുമായുള്ളൊരു മുനാജാത്തിന് പടച്ച റബ്ബ് സെലക്ട് ചെയ്ത ഒരു പ്രത്യേക അത്യുന്നത കേന്ദ്രം. അങ്ങനെ മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. അള്ളാഹു മേലെ കുത്തിരിക്കാണെന്നോ താഴെ ഇറങ്ങിയിരിക്കാണെന്നൊന്നും പറയാൻ പാടില്ല. അങ്ങനെ നിന്ന് വിവരം കുറഞ്ഞ ആളുകൾ എന്തൊക്കെയെ പറഞ്ഞിട്ട് മനുഷ്യന്മാരെ ഈമാന് തെറ്റിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കൂടിക്കാഴ്ചക്ക് പടച്ച റബ്ബ് തെരഞ്ഞെടുത്ത ഒരു അത്യുന്നത കേന്ദ്രം. ആ കേന്ദ്രത്തിലേക്ക് എത്തിയപ്പോ ജിബ്രീൽ പറയാണ്, ഇവിടുന്ന് അങ്ങോട്ട് അങ്ങയുടെ കൂടെ വരാനുള്ള പേഴ്സണാലിറ്റി എനിക്കില്ല നബിയേ, അതുകൊണ്ട് ഇനി അങ്ങൊറ്റക്ക് പോകണം. പടച്ച റബ്ബ് വിളിക്കുന്നു, തആല ഇലൈന മർഹബം ബി ഹബീബിനാ ജുസിൽ ഹുജുബ ഖൽൽ ഖൽഖ വദ്നു ലിഇസ്സതി. നമ്മുടെ പ്രേമഭാജനമായ ഹബീബേ, എല്ലാ മറകളെയും ഭേദിച്ചുകൊണ്ട് അങ്ങടുത്തടുത്ത് കടന്നു വരൂ നബിയേ. ആ അത്യുന്നതങ്ങളിൽ വിളിക്കപ്പെടുമ്പോഴും ഹബീബായ നേതാവിന്റെ കാലിൽ ചെരുപ്പുണ്ട് കേട്ടോ. യൂസുഫ് നബഹാനി തങ്ങൾ പറയുകയാണ്, അലാ റഅസി ഹാദൽ കൗനി നഅലു മുഹമ്മദി. മഹാനവറുകൾ പറയുന്നുണ്ട്, ഞാൻ ആ ചെരുപ്പിന്റെ രൂപത്തിന് ഖിദ്മത്ത് ചെയ്ത് രക്ഷപ്പെടാൻ നോക്കാണ്.
മഹബത്തും ഇഷ്കൊക്കെ പറയാൻ നല്ല സുഖമുണ്ടാവും. പക്ഷേ ഒരിറ്റെങ്കിലും ആ മഹബത്തിന്റെ ഇഷ്കിന്റെ ഒരു തരിപ്പെങ്കിലും ഈ പറയുന്നവരും എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമുക്കും റഹ്മാനായ റബ്ബ് ഭാഗ്യം നൽകുമാറാകട്ടെ, തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് പറയാൻ നല്ല എളുപ്പമാണ്. പക്ഷേ മഹാന്മാർ സയ്യിദ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മുത്തുനബിയുടെ ചെരുപ്പെടുപ്പ് നടന്നിട്ട് വിജയിച്ചിട്ടുണ്ടെങ്കിൽ ആ ചെരുപ്പിന്റെ ഫോട്ടോ വരച്ചിട്ട് വിജയിക്കാൻ പോവാണ് ഞാൻ എന്ന് പറയുന്ന യൂസുഫിന്റെ ബുഹാരി തങ്ങൾ പറയുന്നു, ലദത്തൂരി മൂസ നൂദിയ ഖലാ വഅഹ്മദു അലൽ ഖുർബി ലം യുമർ ബിഖൽഇനിയാലി. ആ കാലാണ്, ആ കാലുകൊണ്ട് ഉഹുദിൽ ആഞ്ഞൊരു ചവിട്ട് കൊടുത്തു. പിന്നെ നബി തങ്ങൾ ചെയ്തതെന്താണെന്നറിയോ? ശ്രദ്ധിച്ചോളി. ഉഹുദേ, ഇളകാൻ പാടില്ല, അടങ്ങി നിന്നുകൊള്ളണം. ഫഇന്നമാ അലൈക നബിയ്യുൻ വസുദ്ദീഖുൻ വശഹീദാൻ. സഹീഹുൽ ബുഖാരിയിൽ 3 ഇടത്ത് കാണുന്ന ഹദീസാണ്. നബിതങ്ങൾ ഈ പ്രകൃതി ദുരന്തത്തിന്റെ ലക്ഷണം കണ്ടപ്പോൾ മൗലൂദ് ഓതാ ചെയ്തത്. ഇന്നമാ അലൈക, നിശ്ചയം, ഉഹുദേ ഉസ്ബുത്, അടങ്ങി നിന്നുകൊള്ളണം. വേറെ റിവായത്തിൽ ഉസ്ബുൻ എന്നാണ് ഉള്ളത്. സുബ്ഹാനല്ലാഹ്, അടങ്ങിക്കൊള്ളണം. ഇപ്പോൾ ഇവിടെ കയറി നിൽക്കുന്നത് നബിയുൻ, ഒന്ന് നബിയാണ്, വസുദ്ദീഖുൻ, അടുത്തയാള് സുദ്ദീഖാണ്, പിന്നെ 2 രക്തസാക്ഷികളുമാണ്. എന്ത് പറഞ്ഞില്ല? ഇവിടെ ഇപ്പോൾ കയറി നിൽക്കുന്നത് മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി അബൂബക്കർ ഉമർ ഉസ്മാൻ എന്ന് പറഞ്ഞില്ല. അങ്ങനെ പറഞ്ഞത് അത് അവരുടെ പേരാണ്. മറിച്ച് അവരുടെ മദ്ഹാണ് പറഞ്ഞത്. നബി എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഏറ്റവും വലിയൊരു മദ്ഹാണ്. യാ മുഹമ്മദ് എന്ന് ഒരിക്കലും ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി തങ്ങളെ വിളിച്ചിട്ടില്ല. യാ മൂസ എന്ന് വിളിച്ചിട്ടുണ്ട്, യാ ഈസ എന്ന് വിളിച്ചിട്ടുണ്ട്. പക്ഷേ സുബ്ഹാനല്ലാഹ്, എല്ലാവരും ആഗ്രഹിക്കുന്നത് അല്ലാഹുവിന്റെ പൊരുത്തമാണ്. അല്ലാഹു ഇച്ഛിക്കുന്നത് റിളാക യാ മുഹമ്മദ്, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊരുത്തം. നമ്മൾ ഇതൊക്കെ ചെയ്യുന്നതിൽ ആത്യന്തികമായി ലക്ഷ്യം അല്ലാഹുവിന്റെ പൊരുത്തം. അല്ലാഹു ആഗ്രഹിക്കുന്നത് മുത്ത് നബിയുടെ റിള. അതൊന്നും വെറുതെ പറയില്ല. നിങ്ങൾ ഖുർആൻ എടുത്തു നോക്ക്, ഖിബ്ല മാറ്റം വരെ ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർളാഹാ. നബിയെ, അങ്ങ് ഇഷ്ടപ്പെടുന്ന ഖിബ്ല ഇതാ, നമ്മളതാ അങ്ങേക്ക് അനുവദിച്ചു തരുന്നു. അല്ലാഹു അവിടുത്തെ ഇഷ്ടത്തിനൊത്ത്. ഇതാണ് ഹബീബ് എന്ന് പറയുന്നതിന്റെ ശരിയായ ആശയത്തിൽ. ഇവിടെ നീട്ടിയിട്ട് പ്രസംഗിക്കാൻ പറ്റൂല, അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നന്നായി നമ്മൾ ഈ ആശയങ്ങൾ ഉൾക്കൊള്ളണം. ഹബീബ് ഷഫീഉൽ വറാ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി അല്ലാഹുവിന്റെ ഹബീബാണ്. അതുകൊണ്ട് തന്നെ ഹബീബിനോട് പടച്ച റബ്ബ് ചെരുപ്പഴിക്കാൻ പറഞ്ഞിട്ടില്ല. നബിയെ ഒരിക്കലും മുഹമ്മദേ എന്ന് ഖുർആനിൽ അല്ലാഹു വിളിച്ചിട്ടില്ല. വിളിച്ചതൊക്കെ യാ അയ്യുഹൻ നബി, അത് അവിടുത്തെ മദ്ഹാണ്. യാ അയ്യുഹൽ മുദ്ദസ്സിർ, യാ അയ്യുഹൽ മുസമ്മിൽ എന്നിങ്ങനെ അവിടുത്തെ സ്ഥാനപ്പേരുകളാണ് അല്ലാഹു വിളിച്ചിട്ടുള്ളത് സഹോദരന്മാരെ. അപ്പോ ഒരു മദ്ഹാണ് നബി എന്നുള്ളത്, അതാ പറഞ്ഞത്. പിന്നെ അബൂബക്കർ എന്ന് പറയാതെ സുദ്ദീഖ് എന്ന് അബൂബക്കറിന്റെ ഏറ്റവും വലിയ മദ്ഹ് പറഞ്ഞു. ഇതാ ഇപ്പൊ ജീവിച്ചിരിക്കുന്നു മുത്തുനബിയുടെ കൂടെ ഉഹദ് മലയിൽ നിൽക്കുന്ന 2 മനുഷ്യന്മാരെ പറ്റി പറയുകയാണ്. വശഹീദാ, ഈ 2 മഹാന്മാരും രക്തസാക്ഷികളാണ്. സുബ്ഹാനല്ലാഹ്, എന്തൊരു അത്ഭുതമാണ്! ഇതെങ്ങനെ ഒരു സാധാരണ മനുഷ്യനാകുന്നത് സഹോദരന്മാരെ? വല്ലാത്ത വേദന തോന്നുകയാണ്. മുസ്ലിം സമുദായത്തിന്റെ പേരിൽ തന്നെ ചില ആളുകൾ പ്രസംഗിക്കുമ്പോൾ, ചില ആളുകൾ എഴുതുമ്പോൾ ഒരു കേവല സാധാരണ മനുഷ്യനെ എങ്ങനെയാണോ അവതരിപ്പിക്കുന്നത് അതുപോലെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നു. പാഠപുസ്തകത്തിൽ പോലും കേവല സാധാരണ മനുഷ്യനായിരുന്നു എന്ന് എഴുതി പിടിപ്പിക്കുന്നു. പക്ഷേ ഒരു പരിധി കഴിയുമ്പോൾ മുസ്ലിം സമുദായത്തിന്റെ ആശിക്യങ്ങളുടെ വികാരം വ്രണപ്പെട്ടാൽ വളരെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്ന നീക്കങ്ങളാണ് എന്ന് അത്തരം ആളുകൾ മനസ്സിലാക്കിയിരിക്കുന്നത്. കാരണം ഇന്നത്തെ അവസ്ഥ
നമുക്കറിയാം സുബ്ഹാനല്ലാഹ്, ഈ ചെറിയ ഏരിയയിലൊക്കെ ഒതുങ്ങി നിന്ന് പ്രവർത്തിക്കുന്ന ആളുകളാണ് നമ്മള്, എന്നെ പോലുള്ളവര്. എവിടെയൊക്കെ പോയിട്ടുണ്ടോ അവിടെയൊക്കെ നബിദിനാഘോഷം വളരെ ആവേശകരമായിട്ട് നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തിട്ട് നടക്കുകയാണ്. ഒരു കാലത്ത് ചിലർ ജൽപ്പിച്ചിരുന്നു ഇതൊക്കെ കേരളത്തിലുള്ള ചില മുസ്ലിയാക്കന്മാർക്ക് ചോറ് തിന്നാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണെന്ന്. ഇന്നത് പറയാൻ കഴിയില്ല. കാരണം ലോകമെമ്പാടും നടക്കുന്ന 10,000 തടിച്ചുകൂടുന്ന മൗലിദ് ജൽസകൾ നമുക്ക് മീഡിയകൾ നമ്മുടെ മുന്നിൽ എത്തിച്ചു തരികയാണ്. എല്ലാ രാജ്യത്തും, അമേരിക്കയിലും മൗലിദ്, കാനഡയിലും മൗലിദ്, സുബ്ഹാനല്ലാഹ്, സർവ്വരാഷ്ട്രങ്ങളിലും മൗലിദ്, അതൊക്കെ നമ്മൾ കാണുകയാണ്. അതുകൊണ്ട് ഇതൊന്നും ഇനി വിലപ്പോവുകയില്ല. ഹബീബിനോട് ഹബീബ് ജീവിക്കുന്നത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത മാത്രം ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. മുത്ത് നബി ജീവിക്കുന്നത് പ്രതിഷ്ഠകളിലല്ല, ചിത്രങ്ങളിലല്ല, അവിടുത്തെ സ്നേഹിതന്മാരുടെ മനസ്സിലാണ്. മനസ്സിൽ ജീവിക്കുന്ന മുഹമ്മദ് മുസ്തഫ അവിടുത്തെ വേദനിപ്പിക്കുന്ന തരത്തിൽ ലേഖനം എഴുതിയാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആ പറഞ്ഞവർക്ക് അതിനൊരു വ്യാഖ്യാനം ഉണ്ടാവും. മുഹമ്മദ് നബി സാധാരണ മനുഷ്യൻ ഞങ്ങൾ പറഞ്ഞതിലർത്ഥം നബി അല്ല, ഒരു പ്രത്യേകത ഒന്നും ഇല്ല എന്നൊന്നല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാല് മലക്കല്ല, ദൈവമല്ല എന്നൊക്കെയുള്ള അർത്ഥം ഞങ്ങൾ ഉദ്ദേശിക്കുന്നു. അങ്ങനെ അവർ ഉദ്ദേശിച്ചിട്ട് മാത്രം കാര്യമില്ല. നമ്മള് മഹാന്മാരായ ആളുകളെ സംബന്ധിച്ച് ഒരു പദം പ്രയോഗിക്കുമ്പോ വളരെയധികം ആഴത്തിൽ ചിന്തിക്കണം. ഇതിന് എന്തെങ്കിലും സൈഡ് എഫക്ട് ഉണ്ടാവോ എന്ന് നോക്കിയിട്ടേ അത് പറയാവുള്ളൂ. സാധാരണ മനുഷ്യൻ എന്ന ആ വാക്കിന് വന്നേക്കാവുന്ന ഒരു സൈഡ് എഫക്ട് ഞാൻ പറയാം സഹോദരന്മാരെ. സാധാരണ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നീതിയും അനീതിയും വരാൻ സാധ്യതയുള്ള വ്യക്തി ഒരർത്ഥ സാധ്യത ഇതിനില്ലേ? നീതിയും അനീതിയും വരാൻ സാധ്യതയുള്ള വ്യക്തി, ഈ ഒരു സാധ്യതയില്ലേ സാധാരണ മനുഷ്യൻ എന്ന് പറയുമ്പോൾ? അപ്പൊ അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് ആ വാക്ക് പ്രയോഗിച്ചാൽ എന്തുമാത്രം കടുത്ത ധിക്കാരമാണത്. ഇതെല്ലാം കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കി ആശിക്കുകൾ ശക്തമായി പ്രതിഷേധിച്ചു എന്ന് വരും. അതുകൊണ്ട് അതിന്റെ മുമ്പ് അത്തരം ആളുകൾ പാശ്ചാത്തപിച്ച് മടങ്ങുകയും ആ പ്രസിദ്ധീകരണങ്ങളൊക്കെ കണ്ടുകെട്ടപ്പെടുകയും വേണമെന്ന് ഈ ഉത്ബുദ്ധ സദസ്സിന്റെ മുമ്പാകെ ഈ അവസരത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഹബീബ് ഷഫീഉൽ വറാ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി ഉഹദ് മലന്റെ മേലെ നിന്നത പറയുന്നത് ഈ രണ്ടാളുകൾ ഷഹീദുകളാണ്. പറഞ്ഞതൊക്കെയും മഹാന്മാരെ മൗലിദല്ലയോ മദ്ഹല്ലയോ സുഹൃത്തുക്കളെ? ആ മൗലിദ് കഴിഞ്ഞപ്പോൾ മദീനയിലെ പ്രകൃതി ദുരന്തം അതാ അടങ്ങിപ്പോയി. കെട്ടിടം തകർന്നു വീണില്ല, കുഞ്ഞുമക്കൾ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിപ്പോയില്ല. എങ്ങനെ തടുത്തു എന്നല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹി മൗലിദോദിയിട്ട് തടുത്തു. മുല്ലപ്പെരിയാറ് പൊട്ടുമെന്ന് പേടിയുണ്ടോ? മൗലിദോദിക്കോ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് പാരായണം ചെയ്യുക. നമ്മൾ അതിലിരുന്ന് സന്തോഷിക്കുക. നമുക്ക് ആ തിരുമുഖം ഒരു നോക്ക് കാണാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല സഹോദരന്മാരെ. അതൊരു വല്ലാത്ത ഭാഗ്യമാണ്. അങ്ങയുടെ മുഖം കണ്ടവൻ രക്ഷപ്പെട്ടു പോയി നബിയെ എന്ന് നമ്മൾ മൗലിദ് ഓതിട്ട് ആ കെയർ ഓഫിൽ ഒരു സലാത്ത് ചൊല്ലി സായുജ്യടയാനെങ്കിലും കാണാൻ ഭാഗ്യം കിട്ടാതെ പോയ നമുക്ക് കഴിയണം. നബിത്തങ്ങൾ അവിടുന്ന് കൈ ഇങ്ങനെ മുക്കിയിട്ട് കൈയിലെ തൊലിയും തിരുവേഷവും എല്ലാം മുക്കിയിട്ട് നേരിട്ട് നബിത്തങ്ങള് ജനങ്ങൾക്ക് വെള്ളം കൊടുത്തിട്ടുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട കാന്തപുരം സാദ് സുബ്ഹാനല്ലാഹ്, അവിടത്തേക്ക് നമുക്കൊരു പരിചയവും ബന്ധുവൊക്കെ നമുക്ക് എല്ലാവർക്കും ഉള്ളത് കൊണ്ട് നമ്മളൊക്കെ ഉസ്താദിന്റെ ആളുകളാന്ന് പറഞ്ഞ് അവിടെ ചെല്ലുമ്പോൾ നമുക്കും വെള്ളം കിട്ടും. ഉസ്താദ് ഈ രാജ്യത്ത് ജനിച്ചതുകൊണ്ട്, കേരളത്തിൽ പ്രവർത്തിച്ചതുകൊണ്ട്, ഇവിടെ മർക്കസും മറ്റ് സ്ഥാപനങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് ആ ഭാഗ്യം കിട്ടി. നിങ്ങൾ ആലോചിച്ചു നോക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരിട്ട് തിരുവേഷം മുക്കിയ വെള്ളം കൊടുത്തു. എവിടെ ഉണ്ട്? അതായത് നിങ്ങൾ മുതാലിമികൾ വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോ, ഞാനിപ്പോ നിങ്ങൾക്ക് വായിച്ചു തരാം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരിട്ട് വെള്ളം കൊടുത്തത് കാണാം. ബാബു ഖുർബിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മിനന്നാസി വതബറുകിഹിം ബിഹി. ഇങ്ങനെ ഒരു അധ്യായമുണ്ട് സഹീഹുൽ മുസ്ലിമിൽ. ഏകദേശം അതിന്റെ അവസാന ഭാഗത്ത് നോക്കുക കാണാം. ജനങ്ങളുമായി നിമിത്തങ്ങൾ അടുത്തിടപഴകുകയും ജനങ്ങൾ നിമിത്തങ്ങളിൽ നിന്ന് വാർക്കത്തെടുക്കുകയും ചെയ്ത കാര്യം പറയാൻ വേണ്ടി ഒരു അധ്യായം.
ആ അധ്യായത്തിൽ കാണാം, മദീനക്കാര് സുബൈ നിസ്കരിക്കാൻ വരുമ്പോ വെള്ളപ്പാത്രവും കയ്യിൽ പിടിച്ചിട്ട് വരുന്നു. തമിഴ്നാട്ടിലെ കഥയല്ല, മർക്കസിൽ വരുന്ന വർത്തമാനമല്ല. ലോക മുസ്ലിമീങ്ങളുടെ സാംസ്കാരിക കേന്ദ്രത്തിൽ ഇരുലോകത്തിന്റെയും നേതാവ് ഇമാമത്ത് നിൽക്കുന്ന പള്ളിയിൽ വെള്ളപ്പാത്രവും പിടിച്ചിട്ട് ആളുകൾ വരുന്നു. എന്തിനെന്നറിയോ? സുബഹിസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങി വരുമ്പോ നബിത്തങ്ങൾ എല്ലാവരും പാത്രത്തിൽ ഇങ്ങനെ ഒന്ന് കൈമുക്കി കൊടുക്കണം. കൈയൊന്ന് മുക്കുമ്പോ ആ സ്വർഗമുദ്ഘാടനം ചെയ്യാനുള്ള കൈയുണ്ടല്ലോ, ആ കയ്യിന്റെ തൊലിയും അതിലുള്ള തിരുവേശവും എല്ലാം ഈ വെള്ളത്തിൽ മുങ്ങും. ആ വെള്ളം അവർക്ക് കിട്ടണം, എന്നിട്ടത് കുടിക്കണം, ശരീരത്തിൽ പുരട്ടണം, മക്കൾക്ക് കൊടുക്കണം. എന്തൊരു സ്നേഹമാ സഹോദരന്മാരെ അനുയായികൾ ഈ നേതാവിന് കൊടുത്തത്. ഇത്രയേറെ അനുയായികളാൽ സ്നേഹിക്കപ്പെട്ട, അംഗീകരിക്കപ്പെട്ട, അനുസരിക്കപ്പെട്ട, ആദരിക്കപ്പെട്ട, എന്നാൽ ആരാധിക്കപ്പെടാത്ത ഒരേ ഒരു വ്യക്തിത്വം ചരിത്രത്തിന്റെ താളുകളിൽ ഒരേ ഒരു നേതാവ് മാത്രം, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്ക്, ഹദീസിൽ ഇമാം സഹീഹ് മുസ്ലിമിൽ ഈ ഹദീസ് നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണാണ്, വല്ല തണുത്തുറഞ്ഞ പ്രഭാതങ്ങളിലും നമുക്കൊക്കെ അറിയാലോ, ഇന്ന് മിക്കവാറും എല്ലാവരും മദീനത്ത് പോയവരായിരിക്കും. അള്ളാഹു അവിടേക്ക് നമ്മളെ വീണ്ടും വിട്ട് എത്തിച്ചു തരുമാറാകട്ടെ. നമ്മൾ ലോഡ്ജിൽ നിന്ന് ചുടുവെള്ളത്തിൽ ഓതെടുത്തിട്ടല്ലേ പള്ളി പോകല്. എന്നാൽ തണുത്തുറഞ്ഞ പ്രഭാതത്തിന് വെള്ളപ്പാത്രമായിട്ട് ആൾക്കാരെങ്ങനെ നിന്നാല് തണുപ്പ് വകവെക്കാതെ എല്ലാവരും കൊണ്ടുവന്ന വെള്ളപ്പാത്രത്തിൽ അവിടുന്ന് കൈമുക്കി കൊടുക്കുന്നു. അങ്ങനെ അവിടുത്തെ തിരുകേശവും അവിടുത്തെ ശറഫാക്കപ്പെട്ട ശരീരം മുക്കിയ വെള്ളം നബിത്തങ്ങളും നേരിട്ട് അനുയായികൾക്ക് കൊടുക്കുന്നു. കൈമുക്കിയ വെള്ളം കുടിക്കാൻ ഭാഗ്യം കിട്ടിയില്ലല്ലോ. ഇതുപോലത്തെ സദസ്സിൽ ഉസ്താദ് നേരത്തെ പറഞ്ഞത് വിരുന്നൊരുക്കിയിട്ടുണ്ടെന്ന് മലയാളത്തിലും അറബിയിലും മറ്റ് ഭാഷയിലൊക്കെ മദ്ഹ് പാടിയ പറഞ്ഞ ഈ സദസ്സിൽ വിളമ്പണ ഭക്ഷണം കഴിക്കാനെങ്കിലും അവിടുത്തെ ഹബീബിന്റെ പേരിൽ നടത്തപ്പെടുന്ന റാലിയിൽ വിതരണം ചെയ്യുന്ന ഒരു മിഠായി നുണയാണെങ്കിലും ഈ ഉമ്മത്തിന് ഭാഗ്യം കിട്ടേണ്ടതുണ്ട്. അതുകൊണ്ട് ഒറ്റക്കെട്ടായി ഹബീബിന്റെ മഹബത്തിലേക്ക് നമ്മൾ വളരുക. നമ്മൾ ഈ മഹബത്ത് വിശ്വക്ക് എന്തിനാ പറയണമെന്ന് ചോദിച്ചാല്, സത്യത്തിൽ ഈ മഹബത്ത് പറഞ്ഞ് നമ്മളെ ഖൽബിൽ നബിത്തങ്ങളോട് വല്ലാത്ത സ്നേഹം അങ്ങോട്ടുണ്ടായാൽ അതിൽ നിന്ന് ഉത്ഭൂതമാകുന്ന ഒരു സംഗതിയാണ് അനുസരണം, അനുതാപനം എന്ന് പറയുന്നത്. ശരിയായ സ്നേഹം നമുക്കുണ്ടോ അനുസരിച്ചിരിക്കും, തർക്കമില്ല. ആളുകൾ ചോദിക്കുന്നത് ജനങ്ങളാണ്, ആൾക്കാരോട് പറയേണ്ട അനുധാവനം ചെയ്യാനല്ലേ, പിൻപറ്റാനല്ലേ, കുല്ലിൻ കുത്തും എന്നല്ലേ പറഞ്ഞു എന്നൊക്കെ ചോദിച്ചിട്ട് കൊണ്ടോട്ടില്ല ചങ്ങായി പ്രസംഗിക്കണം. സുബ്ഹാനല്ലാഹ്, അതിനെതിരല്ല നമ്മൾ ഈ പറയുന്നത്. ഒരൊറ്റ ഒരു ഹദീസ് ഞാൻ ഈ സമയത്ത് നിങ്ങളെ കേൾപ്പിക്കുന്നു. ഷഫീഉൽ വറാ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളുടെ കൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. ഒരു മനോഹരമായ വീട്, ആ 14ാം നൂറ്റാണ്ട് മുമ്പത്തേക്ക് യോജിപ്പിച്ച് തട്ടിച്ചു നോക്കുമ്പോ ഒരു വലിയ ഒരു വീട്. നമുക്ക് നമ്മൾ ചാരതപ്പേ വീട്. അപ്പൊ പള്ളി കമ്മിറ്റി പ്രസിഡന്റ് ആ നാട്ടിലെ കമ്മിറ്റിപ്പെട്ട ഒരാളെ, നമ്മുടെ ആൾക്കാരെ കൊടുത്തപ്പെട്ട ഒരാളെ വീടാ. നിമിത്തങ്ങൾക്ക് ഒരു നീരസം, ഇത്രയൊക്കെ വീട്, ഇങ്ങനത്തെ ഒരു വീട് വേണോ, ഇത് ഒരു ആവശ്യത്തിന് അത്രയും ഇഷ്ടപ്പെട്ടിട്ടില്ല ആ വീട്. ഒരു അനിഷ്ടം അവിടുന്ന് പ്രകടിപ്പിച്ചു, വേറൊന്നും പറഞ്ഞില്ല, ചെറിയൊരു അനിഷ്ടം. സുബ്ഹാനല്ലാഹ്, ആ യാത്ര എങ്ങനെ കഴിഞ്ഞു? പിന്നീട് സാക്ഷാൽ ആ വീടിന്റെ ഉടമയായ സ്വഹാബി പള്ളിയിൽ വന്ന് നോക്കുമ്പോ സാധാരണഗതിയില് പുന്നാര നബിന്റെ മുന്നിൽ കിട്ടണ ഒരു പരിഗണന ഉണ്ട്, ആ പരിഗണന കിട്ടണില്ല. അങ്ങനെ ഉണ്ടാവുമല്ലോ, ഉസ്താദ് വായിച്ച എന്തെങ്കിലും ഒരു ചെറിയൊരു ഇഷ്ടക്കുറവുണ്ടെങ്കിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ പതുക്കെ പിന്നെ ഫോണെടുത്ത് സംസാരിക്കും പോലെ കാട്ടെ, അല്ലെങ്കിൽ പിന്നെ ഇരിക്കുകയാണെങ്കിൽ വേഗം അങ്ങോട്ട് തിരിഞ്ഞ് നടന്നാളെയൊക്കെ ചെയ്യൂലേ. ഈ സാധാരണ ഗതിയിൽ കിട്ടുന്ന ഒരു പരിഗണന കിട്ടണില്ല. ഈ അദ്ദേഹം പുറത്തേക്ക് വന്നു, എന്നിട്ട് മറ്റുള്ള സഹാബാക്കളോട് ചോദിക്കണം, എന്തപ്പോ എന്നോട് നിമിത്തങ്ങൾക്ക് എന്തോ ഒരു വിഷമമുള്ളതുപോലെ തോന്നണല്ലോ, എന്താ എവിടെയൊക്കെ സംഭവിച്ചത്? അപ്പൊ അവര് പറഞ്ഞു, ആ നിന്റെ വീട് ഇന്നലെ കണ്ടിരുന്നു, അത് അത്ര കണ്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നാ തോന്നണത് എന്ന് പറഞ്ഞു. പിന്നെ ലോകം കണ്ടത് അദ്ദേഹം ഓടി അങ്ങോട്ട് ചെന്നിട്ട് ആ വലിയ വീട് തകർത്ത് തരിപ്പണമാക്കി. അങ്ങനെ ഒരു വീട് ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്നതിന്റെ അടയാളം പോലും ബാക്കി വെച്ചില്ല.
അതാണ് മഹബത്ത്, അതാണ് സ്നേഹം. സഹോദരന്മാരെ, ഇങ്ങനെ അനുയായികളാൽ സ്നേഹിക്കപ്പെടുന്ന ഒരു നേതാവിന്റെ കൈകളിലേക്ക് ഈ ലോകത്തിന്റെ നിയന്ത്രണം വരണം. അതാണ് നബിദിന ആഘോഷ പരിപാടികളിലും മൗലൂദ് ജൽസകളിലും നമുക്ക് പറയാനുള്ളതെന്ന് ഓർമ്മപ്പെടുത്തിയിട്ട് ഹബീബായ നേതാവിന്റെ ആ മുഖം കാണാനുള്ള ഒരു യോഗ്യത പടച്ചറപ്പ് നമുക്കൊക്കെ നൽകുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ, അവിടുന്ന് ഉദ്ഘാടനം ചെയ്യുന്ന ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ ഈ മുതാലിമീങ്ങളുടെ ആമീൻ ബർക്കത്തുകൊണ്ട് പാവങ്ങളായ ഞങ്ങൾക്കൊരു ഭാഗ്യം നീ നൽകണം റഹ്മാനെ. ഈ ലോകത്ത് സുബ്ഹാനല്ലാഹ്, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, മുത്ത് നബിയുള്ള സ്വർഗം എന്തൊരു സന്തോഷത്തിന്റെ സ്വർഗമായിരിക്കും. എല്ലാ അമ്പിയാക്കളും സർവ്വ ഔലിയാക്കളും ഔസുല്ലാഹും മഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഉൾപ്പെടെ, ഇബ്രാഹിം ബാദ്ശാ തങ്ങൾ ഉൾപ്പെടെ, അതാഉർ റസൂൽ ഗരീബ് നവാസ് ഖാജാ മുഈനുദ്ദീൻ ചിശ്തി തങ്ങൾ ഉൾപ്പെടെ സർവ്വ അമ്പിയാക്കളും, എല്ലാ അമ്പിയാക്കളുടെയും അനുയായികളും നേതാക്കളും സ്വഹാബിമാരും സുബ്ഹാനല്ലാഹ് ആരംഭപ്പൂവായ മുത്തുനബി ഉദ്ഘാടനം ചെയ്യുന്ന ആ സമ്മേളനവും അത് കഴിഞ്ഞിട്ട് അവിടുത്തെ കൂടെ തീരാത്ത ആ ലോകം റഹ്മാനായ റബ്ബേ, അത് ചോദിക്കുവാൻ സാധുക്കളായ ഞങ്ങൾക്കൊരവകാശവും ഇല്ല റബ്ബേ. ഓശാരമായി നീ ഞങ്ങൾക്ക് ആ ഭാഗ്യം നൽകണേ റഹ്മാനെ. ആ സ്വർഗത്തിൽ നിന്ന് കടക്കാനും പ്രിയപ്പെട്ട നേതാവിന്റെ കരം ഗ്രഹിക്കാനും അവിടുത്തെ മുഖത്തൊന്ന് അടുത്തുപോയി നോക്കാനും നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ റഹ്മാനേ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ആരംഭപ്പൂവായ മുത്ത് നബിയുടെ ഹളറത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് യഗല്ലാഹ്. വഹല്ലി ഖുബ്ബത്തിൽ ഖളറാഇ ഖുബ്ബത്തി സയ്യിദി കൗനൈനി അഫ്ളല ഖുർറത്തുൽ ഐനൈനി. ആരംഭപ്പൂവായ മുത്ത് നബിയുടെ ഹളറത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് യഗല്ലാഹ്. വഹല്ലി മൗലിദി ഖുർറത്തിൽ ഐനൈനി അശ്റഫി ഖൽഖില്ലാഹ് അഹ്മദ് ത്വാഹ റസൂലില്ലാഹ്. ആരംഭപ്പൂവായ മുത്ത് നബിയുടെ ഹളറത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് യഗല്ലാഹ്. من جاوى مرتاح المشتاق حب الثقلين أجمل خير الفريقين. ആരംഭപ്പൂവായ മുത്ത് നബിയുടെ ഹളറത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് യഗല്ലാഹ്. ത്വാഹ വയാസീൻ വഹമീൻ നബിയൂന ഉൻസുൽ ഗരീബീന അബ്യള മൗല സ്വാലിഹീന. ആരംഭപ്പൂവായ മുത്ത് നബിയുടെ ഹളറത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് യഗല്ലാഹ്. സല്ലി വസല്ലിം അലൈഹി യാ റബ്ബന അസ്ക സ്വലാത്തില്ലാഹ് അദ്വമ നഹ്മദു യാ അല്ലാഹ്. ആരംഭപ്പൂവായ
يا رحمة العالمين جئناك صلى الله عليك سلم نور الله ആരംഭപ്പൂവായ മുത്തുനബിയുടെ ഹളറത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് نرجو السعادة محو الشقوات يا خير رسل الله عليك دائما صلى الله ആരംഭപ്പൂവായ മുത്തുനബിയുടെ ഹളറത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് توفيق إلى الله آمين يا ربنا رب العالمين زد لنا حبنا إليه يا ربنا آتينا آمين ബപ്പുവായ മുത്തുനബിയുടെ ഹളറത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് മുൻപിൽ വെക്കണമല്ലോ. മറ്റു സകല അമ്പിയ മുസ്ലിങ്ങൾ ഔലിയാക്കന്മാർ സ്വാലിഹീങ്ങൾ നമ്മുടെ കൂട്ടുകുടുംബങ്ങളിൽ നിന്നും മരിച്ചു പിരിഞ്ഞുപോയ ഉമ്മമാര് ഉപ്പമാര് വല്യമ്മമാര് ഉസ്താദുമാര് ജ്യേഷ്ഠാനുജന്മാര് മൂത്താപ്പിളാപ്പന്മാര് തുടങ്ങിയ എല്ലാവരെയും ഉദ്ദേശിച്ച് ഒരു യാസീൻ ഓതി ദുആന്ന് ഭക്ഷണം കഴിച്ച് പോകാം. അൽ ഫാത്തിഹ. ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم ياسين والقرآن الحكيم إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم لتنذر قوما ما أنذر آباؤهم فهم غافلون لقد حق القول على أكثرهم فهم لا يؤمنون إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون وسواء عليهم أأنذرتهم أم لم تنذرهم لا يؤمنون إنما تنذر من اتبع الذكر وخشي الرحمن بالغيب فبشره بمغفرة وأجر كريم إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. നേരത്തെ അറിയിച്ചതുപോലെ ബഹുമാനപ്പെട്ട കോടമ്പുഴ ബാവ മുസ്ലിയാര് ദുആരക്കും അതിനുശേഷം അവിടെ ഒരു 10-50 പേർക്ക് ഇരിക്കാൻ പുരുഷന്മാർക്ക് ഇരിക്കാൻ ഭക്ഷണത്തിന് സൗകര്യമുണ്ട്. എല്ലാവരും ഇത് കഴിഞ്ഞതിന് ശേഷം എഴുന്നേറ്റ് നമുക്ക് പായ എടുത്ത് ബാക്കി ഇവിടെ ടേബിൾ ഇടാനും കൂടിയുള്ളതാണ്. 2 ട്രിപ്പ് 3 ട്രിപ്പോട് കൂടി ഭക്ഷണം കഴിയും. എല്ലാവർക്കും ഭക്ഷണം കഴിക്കാൻ കഴിയും. അത് കഴിയാതെ ഒരാളും പോകരുതെന്ന് വിനയപൂർവ്വം അപേക്ഷിക്കുന്നു. ഈ മഹത്തായ സദസ്സ് സംഘടിപ്പിച്ചത് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അതിരറ്റ സ്നേഹബഹുമാനത്തിന്റെ പേരിൽ. ഈ സദസ്സിൽ ഇത്രയും ആളുകളെ സംബന്ധിച്ചത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള
ആദരവിൻ്റെയും സ്നേഹത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും അംഗീകാരത്തിൻ്റെയും പേരിൽ ഇത്രയും സമയം നമ്മിവിടെ ക്ഷമിച്ചിരുന്ന് അവിടുത്തെ പ്രകീർത്തനം ചെയ്യുകയും അവിടുത്തെ മതകൾ പറയുകയും കേൾക്കുകയും ചെയ്തത് എല്ലാം അവിടത്തോടുള്ള സ്നേഹത്തിൻ്റെ പേരിൽ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ സദസ്സിൽ ചെയ്യുന്ന ദുആ സ്വീകരിക്കപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ദുആ ചെയ്യുന്ന ആള് അതിന് അർഹനായതുകൊണ്ടല്ല, അക്രമം നിർവഹിക്കാൻ ഉപചാര ചടങ്ങ് എന്ന നിലയിൽ പലരെയും പലതും ഏൽപ്പിച്ചു കൂട്ടത്തിലൊന്ന് എന്നെയും ഏൽപ്പിച്ചു മാത്രമേ ഉള്ളൂ. ഈ സദസ്സിലിരിക്കുന്ന വലിയ വലിയ മഹാന്മാരുടെ ആമീൻ, മുത്തല്ലിമികളുടെ ആമീൻ, മുദരിസുമാരുടെ, മുഅല്ലിമികളുടെ, കാരണവന്മാരുടെ, സ്ത്രീകളുടെ, അതുപോലെ തന്നെ കൊച്ചുകുട്ടികളുടെ ആമീൻ, അതാണ് വളരെ പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് എല്ലാവരും ഇതിൽ പങ്കുചേരുക. ഒരു 3 സ്വലാത്ത്, അസ്വലാത്തുൽ മുൻജിയ എല്ലാവരും ഒന്നിച്ചു ചൊല്ലുക. എന്നിട്ട് നമുക്ക് തുടങ്ങാം ഇൻഷാ അല്ലാഹ്. اللهم صل على سيدنا محمد وعلى آل سيدنا محمد صلاة تنجينا بها من جميع الأهوال والبليات وتسلمنا بها من جميع الأسقام والآفات وتطهرنا بها من جميع السيئات وتغفر لنا بها جميع الخطيئات وتقضي لنا بها جميع الحاجات وترفعنا بها عندك أعلى الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات. الحمد لله رب العالمين. لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك ونعوذ بك منك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترى الله. اللهم صل وسلم وبارك على سيدنا مولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم. اللهم صل أفضل صلواتك على سيد مخلوقاتك سيدنا مولانا محمد النبي الأمي وعلى آله وصحبه وسلم عدد معلوماتك ومداد كلماتك كلما ذكرك الذاكرون وغفل عن ذكرك الغافلون. അർഹമുറാഹിമീനായ അല്ലാഹു, ഈ സദസ്സിൽ വെച്ച് ഞങ്ങൾ ഓതിയ വിശുദ്ധ ഖുർആനും ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തും ഞങ്ങൾ പറഞ്ഞിട്ടുള്ള മദ്ഹ് കീർത്തനങ്ങളും ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുഹദറത്തിൽ ഈ സമയത്ത് തന്നെ നിയത്തിക്കണേ റഹ്മാനെ. അത് സബബായി അവിടുത്തെ സ്ഥാനപദവികൾ ഉത്തരോത്തരം ഉയർത്തിക്കൊടുക്കണേ റഹ്മാനെ. അവിടുത്തെ സ്നേഹം ഞങ്ങൾക്ക് നീ വർദ്ധിപ്പിച്ചു ഞങ്ങൾ നൽകിയിട്ടുള്ള ഹദിയയുടെ ബറക്കത്ത് കൊണ്ടും ഉടയ തമ്പുരാനെ നബിതങ്ങളിലുള്ള ഈമാനും മഹബ്ബത്തും ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണേ റഹ്മാനെ. ദുനിയാവിൽ അവിടുത്തെ സിയാറത്ത് നൽകണേ റഹ്മാനെ. ആഖിറത്തിൽ അവിടുത്തെ ശഫാഅത്ത് ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. അവിടുത്തെ ഹദറത്തിലേക്ക് ഞങ്ങൾ ചൊല്ലിയ എല്ലാ സ്വലാത്തുകളും ദിക്റുകളും കീർത്തനങ്ങളും ഞങ്ങൾ ഈ സദസ്സ് ഒരുക്കിയ ഈ ഇബാദത്തും സജ്ജീകരണങ്ങളും അത് ആദരണീയമായ ഉപഹാരമായി, പുരസ്കാരമായി, ഹദിയായി അവിടുത്തെ തിരുഹദറത്തിൽ എത്തിക്കണം റഹ്മാനെ. അത് സബബായി അവിടുത്തെ സന്തോഷവും അവിടുത്തെ പൊരുത്തവും ഞങ്ങൾക്ക് നീ ഏറ്റിത്തരണേ റഹ്മാനെ. അവിടുത്തെ ആല് അസ്ഹാബിന്റെ ഹദറത്തിൽ ഈ ഹദിയ നീ എത്തിക്കണേ റഹ്മാനെ. അവിടൊക്കെ സ്ഥാന പദവികൾ ഏറ്റിക്കൊടുക്കണേ റഹ്മാനെ. അവിടൊക്കെ പൊരുത്തം സാധുക്കളായ ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ. എല്ലാ അമ്പിയാക്കന്മാരുടെ, ഔലിയാക്കന്മാരുടെ, സ്വാലിഹീങ്ങളുടെ, ഉലമാക്കളുടെ, ശുഹദാക്കളുടെ ഹദറത്തിൽ ഈ ഹദിയ നീ എത്തിക്കണം റഹ്മാനെ. അവർ ലോകത്തിന്റെ ഏതൊക്കെ ഭാഗങ്ങളിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു എന്ന് വിശദമായി അവരുടെ എല്ലാ കാര്യമുസീബത്തുകളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, അപകടമരണങ്ങളിൽ നിന്ന്, സയ്യിദുൽ അസ്ഖാമിൽ നിന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുള്ള എല്ലാ ആളുകളെയും നീ കാത്തു സംരക്ഷിക്കണം റഹ്മാനെ. പഠിച്ചവരെ ഞങ്ങളുടെ സ്നേഹിതന്മാരിൽ, ഞങ്ങളുടെ ബന്ധുക്കളിൽ, ഞങ്ങളുടെ സഹായികളിൽ നിരവധി ആളുകൾ രോഗശയ്യയിലാണ്. ക്യാൻസർ പിടിപെട്ടവരുണ്ട്, ട്യൂമർ ബാധിച്ചവരുണ്ട്, ഗുരുതരമായ രോഗങ്ങൾ കൊണ്ട് ശയ്യാവലംബികളായവരുണ്ട്. പഠിച്ചവനെ എല്ലാം നീ അറിയുന്നവനാണ്. എല്ലാവരുടെയും ദുഃഖങ്ങൾ തീർത്തു കൊടുക്കണം റഹ്മാനെ. നിന്റെ വിശാലമായ കരുത്തുറ്റ ശിഫ കൊണ്ട് നീ ശിഫ നൽകണം റഹ്മാനെ. ഞങ്ങൾക്കും അവർക്കും എല്ലാ രോഗങ്ങളും ശിഫിയാക്കി നിന്റെ മഹൽ ഫദ്ൽ കൊണ്ട്, ഈ സദസ്സിന്റെ ഹുർമത്ത് കൊണ്ട്, ഹക്ക് കൊണ്ട്, ജാഹു കൊണ്ട്, ബറകത്ത് കൊണ്ട് ഞങ്ങൾക്കും അവർ സാധിച്ചതായ ഞങ്ങളെ ഈമാനോടുകൂടി ജീവിപ്പിച്ച് ഈമാനോടുകൂടി മരിപ്പിച്ച്
സന്തോഷിപ്പിച്ച് ഖബറിൽ സന്തോഷിപ്പിച്ച് മഹ്ശറിലെ എല്ലാ വിഷമങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തി ഞങ്ങളെ ഇവിടെ നമ്മൾ സമ്മേളിച്ചതുപോലെ നിന്റെ പൊരുത്തത്തിന് വേണ്ടി നിന്റെ ഹബീബിന്റെ പൊരുത്തത്തിന് വേണ്ടി നീ ആദരിച്ച അംഗീകരിച്ച എല്ലാ മഹാന്മാരുടെ പൊരുത്തത്തിന് വേണ്ടി ഞങ്ങൾ ഇവിടെ സമ്മേളിച്ചതുപോലെ സ്വർഗലോകത്ത് അവരുടെയൊക്കെ ജിവാറിൽ ഞങ്ങൾ നീ സമ്മേളിപ്പിച്ചു തരണം റഹ്മാനെ, നീ സമ്മേളിപ്പിക്കണം റഹ്മാനെ. മഹാനായ തിരുനബി ഞങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടില്ല. പടച്ചവനെ മരണസമയത്ത് കാണിക്കണേ റഹ്മാനെ, ഖബറിൽ കാണിച്ചു തരണേ റഹ്മാനെ, മഹ്ശറിൽ കാണിച്ചു തരണേ റഹ്മാനെ. സ്വർഗലോകത്ത് അവിടുത്തെ ജിവാറിൽ എത്തിച്ച് നിന്നെ കണ്ട് സന്തോഷിച്ച് കൊണ്ട് ആഹ്ലാദിക്കാൻ ഞങ്ങൾക്ക്, ഞങ്ങളുടെ മാതാപിതാക്കന്മാർക്ക്, ഭാര്യമാർക്ക്, സന്താനങ്ങൾക്ക്, ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർക്ക്, ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക്, ഞങ്ങളുടെ ഉസ്താദുമാർക്ക്, ശിഷ്യന്മാർക്ക്, സഹപ്രവർത്തകർക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. കൂടി മരിച്ച് ഞങ്ങളുടെ എല്ലാ ഉറ്റവരോടുകൂടി ഇവരോടുകൂടി സ്വർഗലോകത്ത് സന്തോഷിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്റെ മഹൽ ഫദ്ല് കൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ഉണ്ടാക്കണേ റഹ്മാനെ, നീ ഉണ്ടാക്കണേ റഹ്മാനെ, നീ ഉണ്ടാക്കി തരണേ റഹ്മാനെ. ബിബറകത്തി അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വൽ ആലി വസ്സഹബി വസല്ലം. أعمالنا بين القبول وردها إلا الصلاة إلا الصلاة إلا الصلاة